ഏതെങ്കിലും നാട്ടിലൊരു അമ്പലത്തില് ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇത് വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റും. ഈ സംഭവം കാണുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ മത തീവ്രവാദികളാണ്. കാണുമ്പോൾ ഇന്ത്യ അല്ല എന്ന് പറയാൻ പറ്റും. ജലാൽ അൽദീൻ മുഹമ്മദ് റുമ്മി. For me, it's the best temple. ഇരിക്കണത് അമേരിക്കയിലെന്ന് പറയുമ്പോ ആരെ വിശ്വസിക്കണമെന്നില്ലേ? യുപിയിലോ അയോധ്യയിലോ എന്തിട്ട കാട്ടിക്കൂട്ടിക്കണം എന്റെ ഉള്ളില്. എല്ലാ സംഭവങ്ങളും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് കൊത്തുപണി ചെയ്ത് ഇത് ഇങ്ങനെ സംഭവമാക്കി എടുക്കാന്ന് പറയുമ്പോഴില്ലേ, അത് അത്ഭുതനാ. ഈ സത്യമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. If I die, let me die here. It's beautiful. ഇത് കണ്ട ഓപ്പൺ ആയിട്ട് ഡോളർ എറിഞ്ഞ് വെച്ചിരിക്കട്ടാ. ഒരു 5 വർഷത്തിനുള്ളില് ഈ ടെമ്പിളിന്റെ റേഞ്ച് വേറെ ലെവലായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ. ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിൾ കാണാനായിട്ട് നമുക്ക് പോയാലോ? ട്രാവലിസ്റ്റർ എന്നത് എപ്പിസോഡല്ലേ, ഒരു ഡിവൈൻ എപ്പിസോഡാണ്. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ സംസാരിച്ച് എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷർധാം ടെമ്പിളിലേക്കാണ് നമ്മൾ കാണാൻ പോണത്. ഇന്ത്യക്ക് പുറത്തുള്ള എത്രയോ മില്യൺസ് ചിലവാക്കിയിട്ടുള്ള അമ്പലം കാണാൻ നമ്മൾ പോണത്. ട്രാവലിസ്റ്റയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നമ്മുടെ എൽദേട്ടൻ്റെ കൂടെയാണ് പോണത്. എൽദേട്ടൻ ഫുൾ പവറിലുണ്ട്. ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് നമ്മളൊന്ന് കാണിച്ചു തരാനായിട്ട് പോണത്. എന്തൊരു അക്ഷരധാം ടെമ്പിളിനെ പറ്റി പറയാനുള്ളത്? നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ടെമ്പിൾ, അതുപോലെ തന്നെ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെമ്പിൾ ആണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ടെമ്പിൾ. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഒന്നും പറയണ്ട, അത്രയ്ക്ക് വലിയ സംഭവമാണ്. ഇവിടെ അമേരിക്കയിൽ നമ്മൾ വിചാരിക്കും ഒരു അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ കൺട്രി ആണല്ലോ, പക്ഷേ ഇത്രയും വലിയൊരു ഹിന്ദു ടെമ്പിൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്നില്ല, സ്വപ്നം പോലും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ താജ്മഹലിനൊക്കെ ഒരു വേറെ ലെവലാണ് സംഭവം. അതെ, നമ്മള് പറയും, നമ്മുടെ മലയാളികൾ പറയും നമ്മളെ ഫുൾ അച്ചായമാര്, അമേരിക്കയിലെ അച്ചായമാരെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടുത്തെ ഹിന്ദു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഹിന്ദു റേഞ്ച് നമ്മളിന്ന് കാണാൻ പോണത്. നമ്മുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ ഒപ്പം നന്ദേട്ടനും കൂടി ഉണ്ട്, നമ്മുടെ പാറന്നൂർ നന്ദനും കൂടി ഉണ്ട്. ആള് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉറപ്പില്ലാട്ടാ. അപ്പൊ നമ്മുടെ അപ്പച്ചയുടെ അടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങണം. അപ്പൊ പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമുക്ക് എങ്ങനെ പോണ്ടേ? നമ്മൾ സൈബർ ട്രക്കിൽ യാത്ര ഉള്ളു ഇനി. ഓഫീസിലേക്ക് പോണ്ട? ഓക്കെ, ഓക്കെ. അപ്പൊ കപ്പിത്താൻ ഇവിടെ ഫുൾ പവറിലുണ്ട്. കപ്പിത്താൻ നമ്മളെ ലോക്ക് ചെയ്ത് പതുക്കെ ചെക്കനോടൊക്കെ എടുക്കപ്പോ വരാട്ടാ. നമ്മള് നാളെ കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ നമ്മള് കപ്പിത്താനെ കൊണ്ട് ന്യൂജേഴ്സി വിട്ട് വാഷിങ്ടൺ DC ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടങ്ങും കേട്ടോ. അപ്പൊ നമ്മുടെ അക്ഷർധാം ടെമ്പിൾ കാണാനായിട്ടുള്ള ട്രാവൽസിന്റെ യാത്ര തുടരുന്നു. സൈബർ ട്രക്ക് വിട്ടിട്ട് നമുക്കൊരു കളിയിലടാ പോലെ നമുക്ക് റെഡിയല്ലേ? അവിടെ എല്ലാ ദിവസവും തിരക്കാണോ? അവിടെ എല്ലാ ദിവസവും തിരക്കാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വലിയൊരു ശനി ഞായറാണെങ്കിൽ ഭയങ്കര തിരക്കാന്ന്. ഇപ്പൊ അവിടെ ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയേക്കാണ്. അമേരിക്കക്കാരെ നമ്മൾ ഇന്ത്യക്കാർ വന്ന് ഭക്തി പഠിപ്പിക്കുകയാണ്. ഭക്തിയുടെ മാസത്തിലൂടെ നമ്മള് ഭക്തി എന്തിട്ടാണ് പഠിപ്പിക്കണേ? പഠിപ്പിക്കുകയാണ്. കാരണം ആ ലെവലിലാണ് അവര് ഈ ഡ്രഗ്സിന്റെയും ഇതിന്റെ ഒക്കെ ലോകത്തുനിന്ന് മനുഷ്യന്മാരെ ഭക്തിയിലേക്ക് മാറ്റണം. നമ്മള് ഭക്തിയിലേക്ക് മാറ്റമാണ്. കാരണം അമേരിക്കക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമേരിക്കൻ പള്ളിയിലൊക്കെ 2 times 3 times വലിയ സംഭവമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സീസണിൽ ചിക്കാഗോയില് ഇന്ത്യക്ക് പുറത്തുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ഇടവക നമ്മൾ ചിക്കാഗോയില് കാണിച്ചിരുന്നു. അതുപോലെ ഇതും ഒരു ഇവിടെ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ അവിടെ വന്ന് സംഭവം അത് അവരവരുടെ ഭക്തിമാർക്ക് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് വേണ്ടി പണത്തുണ്ടാക്കുന്നതാണ്. പക്ഷെ ഇവിടെ വേറെ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോ ഇവര് പറഞ്ഞുണ്ടാക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും എല്ലാവരും നെഗറ്റീവായിട്ട് കുറെ അമേരിക്കയുടെ കാര്യം പറയും. ഇവിടെ ഭയങ്കര റേസിസം ആണ്, അതാണ് ഇതാണ്. പക്ഷെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കി, നമ്മള് അമേരിക്ക എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു ഹിന്ദുയിസം ഒരു ടെമ്പിൾ പണിയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത്ര ഇൻവൈറ്റ് ചെയ്യണം. അത് ഇത്ര ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവിടെ ഏത് റിലീജിയനും അതിന്റേതായ ഫ്രീഡം ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും എല്ലാ രാജ്യത്തും കൊള്ളില്ലാത്ത മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഈ ആഘോഷങ്ങൾ കൊള്ളാക്കുമ്പോൾ മാത്രമുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ഇന്ത്യക്കാരാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദീപാവലി കഴിഞ്ഞപ്പോൾ എല്ലാ ഗാർബേജ് റോട്ടിൽ ഇട്ടു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇത്രയും ഇൻവൈറ്റിംഗ്, ഇത്ര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യം വേറെ ലോകത്തില്ല. നമ്മൾ വന്ന ദിവസം എൽദേട്ടൻ റെസ്പിറേറ്ററി ജോലി, നമ്മള് ഹോസ്പിറ്റലിൽ റെസ്പിറേറ്ററി അല്ലെ എന്നിട്ട് പറഞ്ഞ സ്പെല്ലിങ് റെസ്പിറേറ്ററി ജോലി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് അച്ചാച്ചന്റെ അവിടെ നിന്ന് അനിയൻ അച്ചാച്ചന്റെ അടുത്ത് വൈകിട്ട് ഇന്നലെ വൈകിട്ട് ഇവിടെ വന്ന.
അപ്പൊ ഇവിടെ നിന്നിരിക്കുന്ന നേരത്തെ എഴുതേട്ട കമ്പ്യൂട്ടറിൽ നിന്ന് ഇളക്കണം. അപ്പൊ ഞാൻ എന്തൊരു ചെയ്യണ ചേട്ടാന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു ആൾ ഇതിന്റെ കൂടെ വേറെ ബിസിനസ്സുകൾ ചെയ്യണമെന്ന്. ഇപ്പൊ ഇവിടെ മലയാളികള് ഒന്നോ അതിലധികമോ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ സർവൈവ് ചെയ്യണമെന്നാണ് എഴുതേട്ടൻ പറയണത്. അമേരിക്കയിൽ ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് ഒരു ജോലിയും കൊണ്ടൊന്നും നടക്കത്തില്ല. അപ്പൊ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ലാവിഷ് അടിച്ച് നമ്മുടെ പ്രായക്കാർക്ക് അടിച്ചു പൊളിക്കുന്ന പോലെ പറ്റില്ല. അപ്പൊ അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് 1 or 2 ജോലിയോ അതുപോലെ തന്നെ ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ. അപ്പൊ നമുക്ക് നമ്മുടെ സാധാരണക്കാർക്ക് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റിയ ഐഡിയകളൊക്കെ ഉണ്ട് കയ്യില്. പിന്നെ സ്റ്റാൻഡപ്പിന് കാശ് ഉണ്ടാക്കണോ? എനിക്ക് കാശുണ്ടാക്കണ്ടേ? അല്ലാണ്ട് വിട്ട് കാശുണ്ടാക്കണേ നമ്മള് ജീവിക്കണേ. സ്റ്റാൻഡപ്പിന് മാത്രമല്ല ഈ വീട് കാണുന്ന എല്ലാവർക്കും കാശുണ്ടാക്കാനുള്ള വെപ്പ് നമ്മുടെ ഉണ്ട്, കയ്യിലുണ്ട്. പിന്നെ ഇടയ്ക്ക് തൃശ്ശൂർ ഭാഷ കയറി വരുന്നുണ്ടെന്ന്. അപ്പൊ പോണ വയ്ക്ക് നമുക്ക് എൽദേട്ടന്റെ സാമ്രാജ്യം കണ്ടിട്ട് പതുക്കെ അങ്ങനെ പോവാം. ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മള് ഈ അമ്പലം കാണണം. പിന്നെ നന്ദേട്ടനെ വിളിച്ചിട്ടുണ്ട്. നന്ദേട്ടൻ വരാണെങ്കിൽ നമ്മുടെ ആനക്കാരൻ നന്ദേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ എന്തുട്ട് അമ്പലം. അപ്പൊ ആനക്കാരനെ കൊണ്ടാണ് നമ്മള് ഇന്ന് പോണത്. ആനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർണൂർ നന്ദേട്ടാ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എൽദേട്ടന്റെ സാമ്രാജ്യം കാണാൻ വേണ്ടി വന്നിരിക്കുക. ചേട്ടൻ സാമ്രാജ്യം പിരിക്കോ നമ്മള് തിരക്കാണ്. അമേരിക്കക്കാരെ എങ്ങനെയാ നമുക്ക് കാശുണ്ടാക്കണെന്ന് അറിയണ്ടേ? നമ്മള് അവരുടെ ഒരു അക്കാഡമിയിലേക്കാണ് വന്നിരിക്കുന്നത്. RMD അക്കാഡമി. ഓക്കെ, ഹലോ, ഹായ്. മലയാളിയെന്ന് മനസ്സിലായി. നമസ്കാരം. വാട്ട്സ് യുവർ നെയിം? Jireli. Oh, nice meeting you. Nice to meet Hello. you. Hi. What's your name? Salika. Malayali? No. No. You're from? Ohio, Cleveland. Oh, Cleveland. Yeah. No, in India? Mysore. Mysore. Okay. Ooty, Mysore. Yep. ചേച്ചി ഇവിടെ നാട്ടിൽ നിന്ന്? Tirundharam. തിരുവനന്തപുരം. എന്തിരപ്പി ചേട്ടാ ഇവിടെ പേര്? എൻ്റെ പേര് ജിൻസ്. നമ്മളൊരു മറ്റേ ഹാലോയിങ് പരിപാടി കണ്ടുമുട്ടിയ പിന്നെ അധികം ചോദിക്കുന്നില്ല. അധികം ചോദിച്ച പണി പാളും. നമ്മൾ മെയിൻ ആളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ എല്ലാം ഒരു ശക്തി കേന്ദ്രവും ബുദ്ധി കേന്ദ്രമായിട്ടുള്ള നമ്മുടെ മെയിൻ ആളെ പരിചയപ്പെടുത്താം. നമസ്കാരം. ഹലോ, നമസ്കാരം. ഹായ് സാൻഡോസ്, വെൽക്കം. വെൽക്കം ടു ന്യൂ ജേഴ്സി. വെൽക്കം ടു ന്യൂ ജേഴ്സി. വെൽക്കം ടു അവർ ഓഫീസ്. അപ്പൊ പുള്ളിക്കാരൻ്റെ കൂടെ പോയി പുള്ളിക്കാരൻ പറഞ്ഞതിന്റെ അടുത്ത് ഇവിടെ പൈസ ഉണ്ടാക്കണം എന്തൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അമേരിക്കക്കാർക്ക് മാത്രം ഉണ്ടാക്കണ ചെറിയ സ്കില്ലെന്ന് പറഞ്ഞു. മണി പ്രിന്റിംഗ് മെഷീൻ വെച്ചേക്കും. ട്രംപാണ് ഇവിടെ ഒരു മെഷീൻ വെച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്കും വേണ്ട ഇന്ത്യക്കാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മണി പ്രിന്റിംഗ് ടെക്നോളജി പറഞ്ഞു കൊടുക്കുകയാണ്. ടെക്നോളജി തമാശ പറഞ്ഞാണെങ്കിൽ അതൊരു കാര്യം ഉണ്ടെന്നുള്ള കേസ് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് നിങ്ങളുടെ ഡീലൊന്നുമില്ല. പിന്നെ ഞാനും പിന്നെ കഷ്ടപ്പെടാൻ വന്നൊരാളാണ് അമേരിക്കയിൽ. അമേരിക്ക എന്ന് പറഞ്ഞാൽ ആൾക്കും സാധാരണക്കാരന്റെ ലോകം. അപ്പം ഇവിടെ പിന്നെ ഒരു കാര്യം മനസ്സിലായത് പിന്നെ ഫൈനാൻഷ്യൽ നോളജ് ഇല്ല എന്നുള്ള സംഭവമാണ്. അപ്പം അതെങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു ഗ്രേറ്റ് ഇൻഡസ്ട്രിയാണെന്ന് മനസ്സിലായി. അപ്പം ഒരു സ്കൂൾ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിക്ക് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ഉണ്ട്, ലീഗൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ കോളേജ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി. അമേരിക്കയിൽ അങ്ങനത്തെ ഒരു കോളേജ് ഇല്ല. ബിസിനസ് ഇൻ ഫൈനാൻസ്, ഫൈനാൻഷ്യൽ മാർക്കറ്റിംഗ് ഉണ്ട്. പക്ഷെ ഫൈനാൻഷ്യൽ അഡ്വൈസർ ആവാനും ഫൈനാൻഷ്യൽ പ്ലാനർ ആവാനും അതിന്റെ ഒരു ഏജൻസി തുടങ്ങാനും ഇനിയുടെ കോച്ച്, ഇനിയുടെ സ്കൂൾ. സോ അതൊരു ഗ്രേറ്റ് ഇൻഡസ്ട്രിയാണ്. കാരണം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്ത് ചെയ്താലും ഫൈനാൻസ് ആണ്. പൈസ ഇല്ലാണ്ട് നമുക്കൊരു കളി കളിക്കാൻ പറ്റില്ല. അതെ, എവിടെ പൈസ ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, അവിടെ എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു അത് എൻ്റെ US നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. അല്ല, നമുക്ക് പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മണി നമ്മൾ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിൽ നമുക്ക് ഒത്തിരി ബാക്കപ്പ് ഉണ്ട്. ബാങ്ക് നമുക്ക് ഡീസന്റ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അമേരിക്കയിൽ അതില്ല. നാട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാത്തിനും ടാക്സ് കൊടുക്കണം. അപ്പം എന്തൊക്കെ ടാക്സ് ബെനിഫിറ്റ് പ്ലാൻസ് ഉണ്ട്, എന്തൊക്കെ നമ്മൾ എത്ര നാൾ ജോലി ചെയ്യണം, ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം കിട്ടണം, അന്നേരം നമുക്ക് ജീവിക്കാൻ എന്തുമാത്രം പൈസ വേണം, ഇത് നേരത്തെ അറിഞ്ഞാൽ നല്ലത്. നമ്മളിപ്പോ ഇവിടുത്തെ ആൾക്കാർ 60-65 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കണു. അവരെ ഇവിടെ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഫണ്ടോ അല്ലെങ്കിൽ അവരത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിനെ പറ്റി അധികം പ്രിപ്പയർഡ് അല്ല ആൾക്കാർ. പിന്നെ പണ്ടത്തെ ഒരു പിന്നെ ഗവൺമെന്റ് റൂൾസും കാര്യങ്ങളും ബാക്കപ്പും മാറിക്കൊണ്ടിരിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മൾ ഇനി ഒരു 10-15-20 വർഷം ജോലി ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. അപ്പൊ അത് അമേരിക്കയിൽ എന്തൊക്കെയുണ്ട്, എവിടെയൊക്കെയുണ്ട്, ഏതൊക്കെ കമ്പനീസാണ് കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. പക്ഷെ ഒരു മലയാളി അതിന്റെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചതിൽ ഒരു പ്രത്യേക കൺഗ്രാജുലേഷൻ ഉണ്ട്. നമുക്ക് അങ്ങനെ നമ്മൾ മലയാളികൾ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികൾ കണ്ടുപിടിക്കണല്ലോ. ഇങ്ങനത്തെ ഒരു ലൂപ്പ് ഹോളുകളൊക്കെ കണ്ടുപിടിച്ച് അതിൽ ബിസിനസ് ചെയ്യുക, നമ്മളെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു
റിയലി അപ്രീഷിയേറ്റ് ചെയ്യാം. മലയാളികളെ കണ്ടുപിടിച്ചൊന്നുമല്ല, ഇത് അമേരിക്കയിൽ 100 വർഷമായിട്ടുള്ള അല്ല, സംഭവമാണ്. മലയാളികൾ എനിക്ക് തോന്നുന്നു വേറെ അധികം ആൾക്കാർ ഈ ഒരു പരിപാടി ചെയ്യണില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ബാക്കപ്പ് ഉള്ള കരിയേഴ്സ് ഉണ്ട്. നമ്മൾ ഒന്നെങ്കിൽ മെഡിക്കൽ സൈഡ് പോകും, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് പോകും. ഐടിയും മെഡിക്കലൊക്കെ കൂടുതലും നമ്മളെവിടെ പോയാലും. എന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ എഞ്ചിനീയറിംഗ് സൈഡാണ്. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് എഞ്ചിനീയറിംഗ് പോകണ്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പൊ IT ആണെങ്കിൽ പോലും ഒരു 20 വർഷം കൊണ്ടാണ് ഇന്ത്യൻസ് എല്ലാം അങ്ങോട്ട് വരാൻ. അത് ശരിക്കും കണ്ടുപിടിച്ചത് അമേരിക്കൻസ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഫൈനാൻസ്. അപ്പൊ ഇതിൽ ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു സ്വന്തം ബിസിനസ്, ഇപ്പൊ ഒരു നേഴ്സിനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ IT കാരനോ ഈ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. എനി സ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എനി സ്കിൽ ഇസ് ലേണബിൾ. അപ്പൊ അതിനൊരു നല്ലൊരു കോച്ചിങ് വേണം, നല്ല മെന്റർഷിപ്പ് വേണം. അപ്പം അതാണ് നമ്മുടെ ഫോക്കസ്. എൻ്റെ യൂസ് നമുക്ക് നല്ലൊരു ട്രെയിനിങ്ങും കോച്ചിങ് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഏറ്റവും വലിയ ബിഗസ്റ്റ് ഇൻഡസ്ട്രിയിൽ. മൾട്ടിനാഷണൽസ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ മലയാളികൾ മാത്രമല്ല. ഇല്ല, കാരണം എല്ലാവർക്കും നീഡ് സെയിം അല്ല. മണി ഈസ് ദ കിങ്. പിന്നെ എല്ലാവരുടെയും ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാശ് ഉണ്ടാക്കാന്നുള്ളതാണ്. അത് ജോലി ചെയ്യാം, ബിസിനസ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും എങ്ങനെ മാത്രം സേവ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ എന്തുമാത്രം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എല്ലാവരും ആൾക്കാരുടെ ബേസിക് നീഡ് തന്നെയാണ്. ഇതിന് എലിജിബിലിറ്റി ഉണ്ടോ? നമുക്ക് ഇവിടുത്തെ സിറ്റിസൺ ആവണമെന്നോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വേണമെന്നോ ഇന്ന വിസയിലാവണമെന്നോ എലിജിബിലിറ്റി വേണം അമേരിക്കൻ? അപ്പൊ നാട്ടിലെ ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സിറ്റിസൺ ആണ്. വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ആർക്ക് വേണമെങ്കിലും അമേരിക്കയിൽ താമസിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ പറ്റും. അവർക്ക് ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ റെഗുലേഷൻസ് ഉണ്ട്. നിങ്ങൾ അവരുടെ ബിസിനസ്സിനുള്ള വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പരിപാടികളും അവർക്കുള്ള എല്ലാ ട്രെയിനിങ്ങും അവരെങ്ങനെ അതിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ സാധാ ആൾക്കാർക്ക് ബിസിനസ്സിനോട് താല്പര്യമില്ല, പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യണം, അവരുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ അവരുടെ കഷ്ടപ്പാടും എന്തൊക്കെ അവർക്ക് സേവ് ചെയ്യണം, അവർക്ക് പിള്ളേർക്ക് വേണ്ടി എങ്ങനെയൊക്കെ സേവ് ചെയ്യണം, അവരുടെ റിട്ടയർമെന്റ് എന്തൊക്കെ ആയിരിക്കണം, അവർ ഡിസബിലിറ്റി ആകുമ്പോൾ എന്തൊക്കെ ആയിരിക്കണം, അതൊക്കെ അറിഞ്ഞിരുന്ന അപ്പം എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാവുന്നുള്ള. അപ്പം അതിന് പ്രോപ്പർ ചാനൽ പിന്നെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ ഒരു മലയാളിക്ക് ഒരു മലയാളത്തിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. അപ്പം ലാസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് ന്യൂയോർക്ക്, ന്യൂജേഴ്സിയിൽ നമ്മുടെ ഒരു 60-65 പ്രായമുള്ള ആൾക്കാരുടെ കാറ്റഗറി കൂടിയിട്ടുണ്ട്. അപ്പൊ അവർ റിട്ടയർ ചെയ്യാൻ തുടങ്ങി. അപ്പം റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കൺസേൺ അവരുള്ള അസറ്റ് പോകാതിരിക്കാന്നുള്ള. അത്രയും കഷ്ടപ്പെട്ടത് അതെങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണമെന്ന് ആരെങ്കിലും ഗൈഡ് ചെയ്താൽ ദേ ആർ ഹാപ്പി. അപ്പം വി ആർ ഇൻ ദ റൈറ്റ്. ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല വഴി തിരഞ്ഞെടുക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ എൻ്റയർ US നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പം ഇപ്പം മലയാളി ഇൻഡസ്ട്രിയിൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഏജൻസി ആയിട്ട് നമ്മൾ പോകും. എത്ര മലയാളികളാണ് നമ്മുടെ ടീമിൽ? ഓൾമോസ്റ്റ് മോർ ദാൻ 2500. 2500 മലയാളികൾ അക്രോസ് US. ഓ റിയലി? ഓക്കെ. അത് ജസ്റ്റ് ബിഗിനിങ് ആയിട്ടേ ഉള്ളൂ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതും ടു ലോ ആണ്. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,000 in 5 years. ഞങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പിന്നെ അക്രോസ് നേഷൻ നമ്മൾ ഏജൻസിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പാർട്ട്നേഴ്സിനെ നോക്കാന്നുള്ള. അപ്പം സെയിം ലൈക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്യുന്ന പോലെ. അപ്പം നമുക്കൊരു ഏരിയയിൽ സക്സസ് ആയ വിൽ ലുക്ക് ഫോർ അനദർ ലൊക്കേഷൻ. അപ്പം അവിടെ അപ്പം ആർക്ക് വേണമെങ്കിലും ആ ഒരു ബിസിനസ് കരിയർ അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടോ ഇൻകം പിന്നെ ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ട്രെയിൻ ചെയ്യുന്നു. മിഷനിൽ ചേരാം. വി create entrepreneurs in the finance industry. അപ്പം അവരുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് എ കമ്പനി ഇൻസൈഡ് ദ കമ്പനി. അപ്പോൾ അതാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസ്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഏജൻസി തുടങ്ങാനും അല്ലെങ്കിൽ കമ്പനി തുടങ്ങാനും നമുക്ക് ഈ അമേരിക്കയിൽ പറ്റും. അപ്പോൾ എങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ എങ്ങനെ ഒരു ഏജൻസി ഒരു ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റുമെന്ന് ഒരു പ്രോപ്പർ ട്രെയിനിങ് കോച്ചിങ് കൊടുക്കാവുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോം പ്രൊവൈഡിങ്. ഇവിടെ ഒരു മലയാളി ചേച്ചി ഇരുന്ന് സംസാരിക്കണ കേട്ടെ. അപ്പോൾ ചേച്ചിയോട് ചോദിക്കാൻ ചേച്ചി എങ്ങനെ ഇതിലേക്ക് എത്തി? ഹായ് സാന്റോസ്, ഹലോ. എൻ്റെ പേര് ബ്ലസ്സി എന്നാണ്. ഞാൻ ഈ ബിസിനസ്സിൽ ഒരു നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. നഴ്സായിരുന്നു. 17 years നഴ്സിംഗ് കരിയർ. ഫുൾ ടൈം ഇൻ ദിസ് ബിസിനസ് നൗ. അപ്പോൾ എന്താ തോന്നുന്നത്? ഇതിൽ പ്രൗഡാണോ? എന്താണ് ഇതിലേക്ക് എത്തിയപ്പോൾ ഒരു മാറ്റം? പ്രൗഡാണ്. നമ്മൾ നഴ്സിംഗ് 17 year നഴ്സിംഗ് കരിയർ വിട്ടിട്ടും ഇതിൽ ഫുൾ ടൈം വന്നത് എനിക്കൊരു ബുദ്ധിമുട്ടും ഒരു റിഗ്രറ്റും ഇല്ല. കാരണം ഐ എം സ്റ്റിൽ ഹെൽപ്പിംഗ് ലാർ ഫാമിലി ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ബിസിനസ്. താങ്ക് യു സോ മച്ച്. വളർന്നു വലുതാവട്ടെ. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ആൻസി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് 2 കൊല്ലമായി.
പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാർട്ട് ടൈം എൻ്റെ ഫുൾ ടൈം ഇൻകം റീപ്ലേസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഉള്ളതുപോലെ ഫ്രീഡം, അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും വേറെ ഒരിടത്തും കിട്ടത്തില്ല. സോ ഇപ്പോൾ ഈ ബിസിനസ്സിൽ ഞാൻ ഫുൾ ടൈം ആണ്, ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എത്തിയത്? അതെ, എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അതായത് ഇവിടെ കിട്ടുന്ന ഒരു വാല്യൂ, ഇവിടെ കിട്ടുന്ന ഒരു സന്തോഷം, അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവരുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ എങ്ങനെ സെക്യൂർ ചെയ്യാമെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലും കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒരിടത്തും എനിക്ക് കിട്ടിയിട്ടില്ല. എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ പാഷൻ ഇതുവരെ, പക്ഷേ ഇതുപോലൊരു അനുഭവം പുതിയതാണ്. ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് എന്നെ തേടി വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞില്ല. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫ്. അങ്ങനെ നമ്മുടെ എൽദോബായുടെ ഓഫീസും ബിസിനസ്സും ഒക്കെ കണ്ട് ഇനി എങ്ങനെ കാശുണ്ടാക്കാന്നുള്ള പ്രാർത്ഥിക്കാൻ പോകണം. ഇനി ഭക്തി മാത്രം പോരല്ലോ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഭക്തി വേണം, ഒരു ദൈവഭയം വേണം. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യ ആയാലും മുസ്ലിം ആണെങ്കിലും നമുക്ക് അതിനുള്ള ഭക്തി വേണം. ഭക്തിയുടെ മാർഗത്തിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ മെയിൻ സംഭവമായിട്ടുള്ള അക്ഷർധാം ടെമ്പിൾ കാണിക്കാൻ പോവാണ്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതിൽ പറയാനായിട്ട് പറ്റിയ ഒരാൾ നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു വരുന്നുണ്ട്. വെൽക്കം ടു വീണ്ടും നമ്മൾ കണ്ടുമുട്ടി. അപ്പോൾ എന്താ പറയുക, നന്ദേട്ടല്ലാണ്ട് ഈ എപ്പിസോഡില്ലേ പവർ ആവില്ല. അതല്ല, നിങ്ങൾക്ക് ഈ ടെമ്പിളിൻ്റെ പ്രത്യേകതകൾ കേട്ടാണ്ടല്ലോ, ഈ വരുന്ന ആൾക്കാരും പോണ ആൾക്കാരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഒരു ആംബിയൻസ് അറിയാം. അപ്പോൾ നന്ദേട്ടൻ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ തൊട്ട് നന്ദേട്ടൻ്റെ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നന്ദേട്ടാ എന്തൊരു പറയാളെ, ആസ് ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ഈ ടെമ്പിൾ കാണാൻ പോകുമ്പോൾ നന്ദേട്ടൻ ആദ്യം പറയാളെന്നിട്ടാ? കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് സ്ഥലം മാറി വന്നത് 2003-ലാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ കോൺഫീൽഡ് ആയിരുന്നു, ചോളത്തിന്റെ ഒരു ഇതായിരുന്നു, കോൺഫീൽഡ് ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വരുമ്പോ ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം നിങ്ങളുടെ വീട് വെക്കാൻ വരുമ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 4 അതൊരു ഭാഗ്യമാണല്ലേ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു വലിയൊരു അമ്പലം ഇവിടെ വരിക അല്ലെങ്കിൽ ഒരു സമുച്ചയം വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാനും കൂടി പറ്റാത്ത കാര്യം. അപ്പൊ അറൌണ്ട് 2011-ലാണ് ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അതിനിടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കാണാറുണ്ട് കൺസ്ട്രക്ഷൻ ഒക്കെ. പക്ഷെ 2023-ലാണ് ഇത് അമ്പലം പൂർണ്ണ ഏകദേശം 12 കൊല്ലം പിടിച്ചിട്ടാണല്ലോ. അങ്ങനെ നമ്മളിത് നമ്മൾ ആ ടെമ്പിളിലേക്ക് കടക്കാട്ടോ. ഏകദേശം 200-ന് താഴെ ഏക്കറയിലാണ് ഈ ടെമ്പിൾ നിൽക്കണമെന്ന് പറയുമ്പോഴാ അടുത്ത രസമായിരിക്കുന്നത്. ഇത് അമേരിക്കയിലാന്ന് പറയുമ്പോൾ അതിന് വലിയ രസമാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ ഇന്ത്യക്കാരുടെ ടെമ്പിളാണ്, ഹിന്ദു ടെമ്പിളാണ്. പക്ഷെ ഇവിടെ വരുന്നവരെ കണ്ടോ, കൂടുതലും അമേരിക്കൻസ് ആണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ വേറെ കൾച്ചർ, നമ്മൾ ഇന്ത്യൻ കൾച്ചർ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. അവിടെ വരുമ്പോൾ ഇവരൊന്നും അവര് വണ്ടറടിച്ച് പോവാണ്. ഇവര് അമ്പലം തുടങ്ങിയപ്പോൾ മെയിൻ ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കൾച്ചർ അത് ഈ നാട്ടിലും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഇവിടെ വരുന്ന ആൾക്കാരെ കണ്ടറിയാം, ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അത് ശനി ഞായറാകുമ്പോൾ തിരക്കാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഈ പ്രത്യേകിച്ച് ഇത്രയും ദൂരത്തിലേക്ക് ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇന്ത്യയിൽ പോയിട്ട് അങ്ങനെ ഇവിടെയുള്ള നിർമ്മിതിയൊന്നും കാണാൻ പറ്റില്ല. അത് ഇവര് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നടക്കുന്ന ചെറിയ കുട്ടികളൊക്കെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് അമ്പലത്തിൽ പോണ പരിപാടി നടക്കില്ലല്ലോ. അമ്പലം എന്നുള്ളത് ഒരു റിലീജിയസ് ഇതെന്നുള്ളതിനും ഉപരിയായിട്ട് ആർക്കിടെക്ചർ ഉണ്ടല്ലോ, അമ്പലത്തിന്റെ ആർക്കിടെക്ചർ. അപ്പൊ അത് ശരിക്കും ഉള്ളിൽ പോയി കണ്ടാൽ തന്നെ അതിന്റെ ഇത് അറിയാൻ പറ്റും. ഞാനിപ്പൻ ഈ അമ്പലത്തിന്റെ സ്റ്റോറി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്വാമിനാരായണൻ ഗണശ്യാം പാണ്ഡെ അതാണ് ആളുടെ ഒറിജിനൽ പേര്. പിന്നെ സ്വാമിനാരായണൻ അത് പ്രസ്ഥാനത്തിന്റെ പേരാണ്. ഗണശ്യാം പാണ്ഡെ എന്നാണ് ഇതിന്റെ ആളുടെ പേര്. ആള് ശരിക്കും 1781 ഇന്ത്യയിലെ അയോധ്യയുടെ അടുത്ത് ജനിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇന്ത്യയിൽ ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ആള് ത്രൂ ഔട്ട് ഇന്ത്യ ഒരു 11ഓളം യാത്രകൾ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1830-കളിൽ ആള് ഈ ലോകം വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പം ഇതിനുള്ളിൽ ഈ ആളെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ സ്വാമിനാരായണൻ എന്നുള്ള അല്ലെങ്കിൽ BAPS എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് കുറേ ടെമ്പിളുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിളിൽ 2ാമത്തെയാണ് ഈ കാണുന്ന സ്വാമിനാരായൺ. അതിന്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, കാഴ്ചകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്വാമിയിൽ 1781 ജനിച്ച ആള് ഗഡിയ നിൽക്കണടാ. ഇയാള് യോഗ മാസ്റ്റർ ആയിരുന്നു. അതിന് കൈയും കാലും പൊക്കി നിൽക്കണേ.
അതായത് ഫുൾ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കുറെ ആൾക്കാർക്ക് ഇന്ത്യയെ പറ്റി അറിയാത്ത, ഇന്ത്യയിലത്തെ കൾച്ചർ, അവിടുത്തെ ആർക്കിടെക്ചർ, ഇതിനെ പറ്റി അറിയാത്ത കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവര് ഇതിലൂടെ അവർക്കത് ആ ഇന്ത്യ ഇവിടേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പല ഇതിനുള്ള ഇതും കാണാൻ പറ്റും, ആർക്കിടെക്ചർ പരമായിട്ടും ഇത് കാണാൻ പറ്റും. മിനി ഇന്ത്യ മൂടല്ല, ഇന്ത്യയിലുള്ള സംഭവത്തിന്റെ സെക്കൻഡ് ലെവൽ മൂടാണ്. മിനി എന്ന് പറയാൻ പറ്റത്തില്ല, ജംബോ ഹെവി ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ടെമ്പിളാണ് അക്ഷരധാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ, അമേരിക്കൻ സീരീസ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കണം നമ്മുടെ. നോക്കിയാ ഇതാണ് ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. പുള്ളി യാത്ര ചെയ്ത് പുള്ളി യാത്ര ചെയ്ത് സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കിയാ, ഗുജറാത്തിൽ നിന്ന് ബോംബെ വഴിക്കത്, ഗോവ വഴിക്കത്, കേരളത്തിലേക്ക് വന്നു, പത്മനാഭനെ കണ്ട് ആ വഴിക്ക് നമ്മുടെ തമിഴ്നാട് വഴിക്ക് അങ്ങനെ ക്രോസ് ചെയ്ത് അരുണാചൽ പ്രദേശ് പോയിട്ടാണ്. അരുണാചൽ പ്രദേശ് പോയിട്ടാണ് ഹിമാലയത്തിലേക്ക് എത്തിക്കണം. എന്തായാലും പുള്ളിക്കാരനെ പൂർണ്ണ മനസ്സോടെ നമ്മൾ കാണാൻ പോകണ്ട പുള്ളി. പക്ഷേ ഇത് ഇന്നത്തെ സ്കൈ ഉണ്ടല്ലോ, നമ്മൾ രാവിലത്തെ ഒരു കാലാവസ്ഥ കണ്ടപ്പോൾ മഴ പെയ്യുന്ന വിചാരിച്ചേട്ടാ. അങ്ങനെ സ്വാമിനാരായണൻ്റെ സ്റ്റാച്ചു കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ രാജസ്ഥാനിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ. അതായത് ഇവിടെ കാണുമ്പോൾ ഇന്ത്യ അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. US ആണ്. അതെ. പക്ഷെ എന്നാലും അതുകൊണ്ടാണ് ഇവിടുത്തെ സ്ട്രക്ചറൊക്കെ അവിടെ നിന്നുള്ള ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നത്. പറിച്ചു നട്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ക്രൈസ്തർ റെഡീമറിന്റെ ഒക്കെ വലിപ്പുണ്ടെന്നുണ്ട്. ഏകദേശം സ്വാമിനാരായണൻ ഏകദേശം 40 വർഷങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ. പക്ഷെ ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എനർജി ഭീകരമാണ് കേട്ടോ. പുള്ളി നിൽക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വേറൊരു വൈബാണ്. ചെറിയ പ്രായത്തില് ഉള്ളൊരു സ്റ്റാച്ചുവിനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കണ. ഒരു ചേട്ടൻ ഫുൾ ഓൺ ആയിട്ടാ പുത്തമ്പള്ളിയില് എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളിവിടെ അക്ഷരധാമിൽ വന്നിട്ട് നമുക്ക് മെഴുതിരിക്ക് പകരം നമുക്ക് ചന്ദനത്തിരി ഉണ്ട്. അമ്പലത്തിലേക്ക് കിടക്കണ ഒരു ചന്ദനത്തിരി വെച്ചിട്ട് ഒരു എനർജി കൊടുത്തിട്ട് നമുക്ക് കയറാം അല്ലേ. അവിടെ വന്ന ചേച്ചിമാരൊക്കെ നിക്കാൻ നോക്കണ്ട് ആളെ പോലെ നടക്കണേ. ചെക്ക സിമ്പിളാണ് നിന്നൂടാ, അമ്മിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചു നേരം. എനർജി കയറണില്ല, തിരി കത്തില്ലേ, തിരി കത്തില്ലല്ലോ. ഇതിന്റെ ഒരു മണം തന്നെയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. എന്താ സാറിനെ കാണിക്കണത്, ഇങ്ങനെയാണ് കത്തിക്കണത്. രണ്ടെണ്ണം പിടിക്കുമ്പോ വി ആകൃതി രണ്ടെണ്ണം ഓരോന്ന്. ഈ എനർജി കിട്ടാൻ കുറെ പണിയുണ്ട് നമുക്ക്. പെട്ടെന്നൊന്നും എനർജി കിട്ടില്ല, കാശും. ഇവിടെ മൊത്തം ഒരു പോസിറ്റീവ് എനർജി, ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ്. നമ്മളെ നല്ല ഒരു ഇതിന്റെ സ്മെല്ലും ഇതെല്ലാം വരുമ്പോ തന്നെ ഒരു നമ്മളെല്ലാ ഭഗവാന്മാരും നോക്കും ഈ സമയത്ത് ആലോചിക്കും. നമ്മൾ ഇനി അടുത്ത് പോണതേ ഇവിടെ ഒരു കുളം കാണാം. ഈ കുളത്തിന് വളരെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താന്നുള്ളത് പറയാം. അത് പറയാണ്ടപ്പോ ഇവിടെ വരുമ്പോ നമ്മള് ഗംഗാ നദി തീരത്ത് നിക്കണ പോലത്തെ ഒരു ഫീലിംഗാണ് അവര് കൊണ്ടുവന്നിരിക്കണ. അതായത് നാട്ടിലെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ നാട്ടിൽ ഇവിടുന്ന് മരിച്ചുപോയപ്പം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇത് നാട്ടിൽ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും സ്ഥലം ഡിസ്റ്റൻസും ഉണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ അത് പിതൃബലി എന്ന് പറയില്ലേ, അതുമാതിരി ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട്. എന്തോരം വലിയ സംഭവം പണിതിട്ടാണ്. ഞാനിപ്പോ നിൽക്കുമ്പോ അത് UP-യിലോ അയോധ്യയിലോ നിൽക്കണമാതിരി തോന്നണ്ട, ആ ഒരു മൂടുണ്ട. അതന്നെ നമ്മളിവിടെ വരുമ്പോഴേ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട്. നമ്മള് എത്ര തമാശ പറഞ്ഞാലും കളിച്ചിരിച്ചാലും ഉണ്ടല്ലോ, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഇന്ത്യയിലത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വലിയ വലിയ ടെമ്പിളുകൾ കാണാൻ പോകുമ്പോൾ ഉള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതിൻ്റെ അതേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ അമേരിക്കയിൽ കൾച്ചർ കൈമാറുന്നതിനുപരി ഇവിടെ നമ്മളെല്ലാ ആഴ്ചകളും വന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ എല്ലാ ആഴ്ചകളും വരുമ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന എനർജി ഉണ്ടല്ലോ, എനർജി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്കൊരു സീക്രട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ആ സീക്രട്ട് പറഞ്ഞേ പറ്റൂ. പിന്നെ ഇവിടെ ഒരു കുളം കാണാല്ലേ, ഈ കുളത്തിലത്തെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള 108 തടാകങ്ങളും പുഴകളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള വെള്ളമാണ് ഇവർ ഇവിടെ കൊണ്ടിരിക്കുന്നത്. 108 തടാകങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുണ്ട് വെള്ളം. നമ്മുടെ ഭാരതപ്പുഴ, വെള്ളം വരെ ഇവിടെ ഉണ്ട്. ഓക്കെ, എനർജികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. പവറാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാരും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, എത്ര ഹാപ്പിനെസ്സിൽ നിൽക്കണം നോക്കിയാ. അമേരിക്കട്ടോ ശരിക്കും ആ കൾച്ചർ നേരെ മുമ്പിൽ വെച്ചിരിക്കട്ടോ. ന്യൂജേഴ്സി എന്ന് പറയണല്ലേ.
അത് ന്യൂ ജേഴ്സിക്കാരനെ പിടിക്കാൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ജേഴ്സി ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഈ കവാടം കയറിയാലും നമ്മൾ ആ ഒരു വിശുദ്ധിയിലേക്ക് കിടക്കാം മെയിനായിട്ട്. ഈ ആദ്യത്തെ ബിൽഡിങ്ങിലാണ് അവരുടെ കൾച്ചറൽ ഷോ. ഈ കാണുന്ന ബിൽഡിംഗ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, സെന്റർ എന്ന് പറയും. ആ കാണുന്ന രണ്ടാമത്തെ ബിൽഡിംഗ് ഇല്ലേ, അതിലാണ് അവരുടെ പൂജകളും അങ്ങനെയുള്ള നടക്കണ. അപ്പൊ അവിടെ കാണുന്ന വലിയ ബിൽഡിംഗ് അത് കൾച്ചറൽ സെന്റർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. അതിലാണ് മാർബിളിന്റെ കൊത്തുപണിയൊക്കെ ആയിട്ട് മെയിൻ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ നമ്മളത് പതുക്കെ അങ്ങോട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വെൽക്കം സെന്ററിൽ നമുക്ക് ഒരാളെ സെറ്റ് ചെയ്ത് തരാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് ഇതിനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പുള്ളീനെ നമുക്ക് കണ്ടെത്താം, നമ്പർ തന്നിട്ടുണ്ട്, വിളിക്കാൻ പറഞ്ഞിട്ടോ. നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അക്ഷരധാം എന്നുള്ളൊരു അമ്പലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എപ്പിസോഡ് ഓർമ്മ വരണം. അപ്പോൾ അത് കാരണം നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ടാണ് എടുക്കണം വീഡിയോ. ഇവിടുത്തെ കൊത്തുപണികളൊക്കെ നോക്കിയൊക്കെ ഇതിലത്തെ ഓരോ പീസും ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, കംപ്ലീറ്റ് ഇന്ത്യയിൽ നിന്ന് കൊത്തുപണിയായിട്ട് കൊണ്ടുവന്നാണ്. എന്നിട്ട് ഇവിടെ വന്ന് അസംബ്ലി ആണ് ഇവിടുത്തെ എല്ലാ കാര്യവും. എല്ലാ സംഭവങ്ങളും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അസംബ്ലി ആണല്ലേ? ഓക്കെ. ഓ ഭയങ്കര ഡീറ്റെയിൽ ചെയ്തിട്ട് കേട്ടോ, നോക്കി ഭയങ്കര ഡീറ്റെയിൽ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ. അങ്ങനെ നമ്മളതിൻ്റെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ കയറണമെങ്കിൽ സെക്യൂരിറ്റി ചെക്ക് കയറി നമുക്ക് നേരെ അകത്തേക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴില്ലേ ഫുൾ കൊത്തുപണികളാണല്ലേ, ഒരു രക്ഷയില്ല. ഹവേലി ആർക്കിടെക്ചറിൽ ഒപ്പം തന്നെ ഇവിടെ കുറെ പടങ്ങളുണ്ട് കേട്ടോ. നോക്കി പടങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ സ്ട്രക്ചറും ഈ അമ്പലവും ഒക്കെ കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാം. അതാണ് മെയിനായിട്ട് അറിയുന്നത്. അതിൽ കണ്ട ആദ്യത്തെ ആളാണ് പ്രമുഖ് സ്വാമി മഹാരാജ് എന്ന് പറഞ്ഞ പ്രമുഖ് സ്വാമി മഹാരാജ് ആളുടെ വിഷനിലാണ് ഇത് കംപ്ലീറ്റ്. 1300ഓളം അമ്പലങ്ങള് ലോകത്താകെ ആളുടെ വിഷനിൽ പണിതിട്ടുണ്ട്. ആ ഇതിന്റെ ബാബ്സിന്റെ ഇപ്പോഴത്തെ സ്വാമിജിയാണ് ഈ കാണുന്നത്. പക്ഷെ പുള്ളിയുടെ കണ്ണ് ഭയങ്കര എനർജി ഉണ്ട് കേട്ടോ. ആള് നോട്ടത്തിലുള്ള പേര് മഹന്ത് മഹാരാജ്, മഹന്ത് മഹാരാജ് കേട്ടോ. പുള്ളിയുടെ എന്തൊക്കെയായില്ലേ, പുള്ളി നമുക്ക് തന്നെ ഒരു എനർജി ഉണ്ടല്ലോ. ഹൈറ്റ് വൈകി കിട്ടുന്ന സാധനം വേറെ കേട്ടോ. ഫുള്ള് കൊത്തുപണികളാണ്. അതൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊത്തുപണി ചെയ്ത് ഇതിൻ്റെ അളവിൽ കൊത്തുപണി ചെയ്ത് കൊണ്ടുവന്നാന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ വേറൊരു ഇതിൻ്റെ സ്ട്രക്ചറായിട്ട് നമ്മൾ നോക്കുമ്പോഴുള്ള മാറ്റം വരണതേ. ആനേനൊക്കെ ഒറ്റത്തടിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, നോക്കിയതുണ്ടോ. ഭയങ്കര ലൈറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലൈറ്റിങ് വിത്ത് ഈ മരത്തിൻ്റെ കളറും ഒരു എന്താ പറയുക ടാൻ കളറിലുള്ള ലൈറ്റും കൊടുത്തപ്പോഴേ നമ്മളിപ്പോൾ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ വുഡാണ് കേട്ടോ. അതാണ്ടോ, ഇതൊക്കെ ഓരോ പീസായിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അത്ഭുതം എടുക്കണത് അവിടെയാണ്. ഈ അമ്പലത്തിൻ്റെ മാപ്പ് നമുക്ക് ഏകദേശം ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ മാപ്പ് നോക്കാണ്ട് ഒരു പരിപാടി ചെയ്യാറില്ലെന്ന് അറിയാലോ. നമ്മളിവിടെ സ്റ്റാച്ചു കണ്ടു പുള്ളിയുടെ. നമ്മൾ ഈ കുളം നമ്മൾ 108 തടാകത്തിൽ നിന്ന് റിവറിൽ നിന്ന് കൊണ്ടിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ള ഈ പോർട്ടിൽ നിന്ന് ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് കൂടെ നമ്മൾ എൻ്റർ ചെയ്തു. നമ്മൾ ഏകദേശം ഇവിടെയാണ് നിൽക്കുന്നത്. നമുക്കിനി 2 സെക്ഷനാണ് കണ്ടത്. 2 സെക്ഷനും കണ്ട് മെയിൻ അമ്പലത്തിൽ കയറി നമ്മൾ ഇതിനെ ഈ ഒരു അമ്പലം എന്ന് കേൾക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയിലേക്ക് നമ്മൾ അപ്പുറം എത്താടാ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കാം. വീഡിയോ ഒരിക്കലും മിസ്സാക്കിയിരിക്കോ, അത്ഭുത കാഴ്ചകളാണ് നമ്മൾ തേടിയിരിക്കണേ. ഹായ്, ഹൗ ആർ യു? നൈസ് ടു മീറ്റിംഗ് യു. വെൽക്കം ടു അവർ ഫാമിലി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ പെർമിഷൻ നമുക്ക് ആളെ കിട്ടി. പൈസ മേടിക്കില്ല. ഇത് ലോകം മൊത്തം കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ ഏത് അമ്പലത്തിൽ ഏത് പള്ളിയിലേക്ക് നമ്മൾ ഈവൻ നമ്മുടെ പള്ളി ക്രിസ്ത്യാനി പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുത്തിട്ടാണ് പാരീസിലും അവിടെ മേടിക്കും. എല്ലാവരും വളണ്ടിയേഴ്സ് ആണല്ലേ. അതിനെ പറ്റി നമുക്ക് പറയാണ്ട്. മ്യാൻമാറിൽ നിന്ന് കൊണ്ടാണല്ലേ. ബർമീസ് ടീക്ക് ഫുഡ്. എത്ര രാജ്യങ്ങളിൽ നിന്ന് ആൾക്ക് സാധനങ്ങൾ കൊണ്ടുണ്ട്? ഹൗ മെനി കൺട്രീസ് ഐറ്റംസ് കം ഹിയർ? This wood is from Myanmar. Okay. Here outside you see limestone from Bulgaria. Oh, Bulgaria. This
the pink stone from Rajasthan. Okay. And inside the temple will be Italian marble, Italian marble. Greek marble and Turkish marble. Plenty countries items come here, right? ഓ ഭയങ്കര സംഭവട്ടാ. ഇത് എന്നിട്ടാന്നറിയോ, ഇന്ത്യയിൽ നിന്ന് എല്ലാ സാധനങ്ങളും മേക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജസ്റ്റ് അസംബിൾ ചെയ്തിട്ടുള്ളൂ. എല്ലാ കാര്യം നമ്മളിപ്പോൾ കാണുന്ന ഒരു 99% സാധനങ്ങളും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഇവിടുത്തെ ചുമരൊക്കെ നമുക്ക് ഇവിടുന്ന് പ്ലൈവുഡ് എടുത്തിട്ട് ചെയ്തായിരിക്കുമല്ലോ. ബാക്കിയുള്ള A-Z സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതിവിടെ അസംബിൾ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇവരുടെ പ്രാർത്ഥനയും പരിപാടികളൊക്കെ. ഈ കാണുന്നത് അല്ലേ? നേരെ കാണുന്നത് ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലൊരു അമ്പലമുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇവിടെയാണ് ഈ ഡെയിലി ആരതി എന്ന് പറയും ഒരിതില്. ആരതി, നമ്മൾ ഗംഗാരതി. അതുമാതിരി പ്രാർത്ഥന രാവിലെ വൈകുന്നേരം ഒക്കെ ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. നേരെ മറിച്ച് വലത്ത് ഭാഗത്ത് കാണുന്നത് ഈ സംഭവം കാണാൻ നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഉള്ളിലത്തെ പരിപാടി കണ്ടിട്ട് ഇങ്ങോട്ട് വരാട്ടോ. ഈ ബൾഗേറിയയിൽ നിന്നുള്ള സ്റ്റോൺ ഇന്ത്യയിലേക്ക് ഷിപ്പ് ചെയ്തിട്ട് രാജസ്ഥാനില് കൈകൊണ്ട് കുത്തുപണി ചെയ്തിട്ട് അത് ഷിപ്പ് ചെയ്തിട്ട് ഇവിടെ അസംബ്ലി ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ വേണ്ടി വരും സ്ട്രക്ചർ. അപ്പൊ അത് അവര് ഇവിടെ ലോക്കലായിട്ട് ഇവിടെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് അസംബ്ലി ചെയ്യാനും വേണ്ട സ്കില്ല് വേണ്ട. നമ്മളിപ്പോ കൊണ്ടുവന്ന സാധനം അസംബ്ലി ചെയ്യാനും വേണ്ട. അതിന് ആൾക്കാർ വന്നിട്ടല്ലേ. ഇനി കാണുന്നത് പുറത്ത് കാണുന്നതാണ് ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിന് വേണ്ടിയിട്ട്. ഉള്ളില് മുഴുവൻ മാർബിൾ ആണ്. ഈ കാലാവസ്ഥ നിൽക്കാൻ വേണ്ടി ലൈം സ്റ്റോൺ വെച്ചിരിക്കണം. അതിന്റെ ഉള്ളിൽ കാണുന്ന പ്രത്യേകത വെച്ചാൽ അതിന്റെ അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും നോക്കിയിട്ടാണ് ഓരോ കാര്യം അവർ ഉണ്ടാക്കിയെടുത്തിരുന്നത്. ഒരു കാര്യം, ഇത്രയും പണിതുണ്ടല്ലോ, 12,500 വോളണ്ടിയേഴ്സ് കഷ്ടപ്പെട്ട് പണിതെടുത്താണ്. അവർ ₹1 പോലും ശമ്പളം വാങ്ങിക്കാതെ ഇത് മൊത്തം പണിയെടുത്താണ്. കുത്തുപണി തൊട്ട് ഇവിടെ അസംബിൾ ചെയ്ത് ഇവിടെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതിപ്പോ ഡോക്ടർമാരുണ്ടാവാം, അല്ലെങ്കിൽ ജോലി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ അവർ ഒഴിവ് സമയം വീക്കെൻഡ് ഇവിടെ ഇറങ്ങണം. എനിക്കാണ് അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഇതിലിട്ടുണ്ടെന്നുണ്ടല്ലോ. എല്ലാവരും ഈ 12,500 പേരും പൈസ ഇട്ടുണ്ട്. BAPS എന്ന് പറഞ്ഞതിന്റെ അകത്ത് അവരൊരു സാലറിയുടെ, ഒരു കൊല്ലത്തെ സാലറിയുടെ 10% ദൈവത്തിന് കൊടുക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി കൊടുക്കും, BAPS വേണ്ടി കൊടുക്കും. അത് കൂടാതെയാണ് ഈ വോളണ്ടിയർ ടൈം കൊടുക്കുന്നത്. കാശ് കൊടുക്കാതെ ഒന്നും ഉണ്ടാവില്ല. ബൾഗേറിയ പോയിട്ട് ലൈം സ്റ്റോൺ വെറുതെ വരും. ഞങ്ങൾക്ക് അമേരിക്ക കൊണ്ടുപോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് അല്ലേ ശരിയാക്കിയാലോ. ഉള്ളിൽ പോയി നോക്കിയാലോ. നിങ്ങൾ ആരെങ്കിലും ആഫ്രിക്കയോ സൗത്ത് അമേരിക്കയോ സ്വപ്നം കാണണ്ട യാത്ര ചെയ്യാനായിട്ട് കൂടാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കെനിയ, ടാൻസാനിയ, മസായിമാരൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടാം. ഒപ്പം തന്നെ കിളിമഞ്ചാരോ, സദേൺ ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, നമീബിയ, സദേൺ ആഫ്രിക്കത്തെ രാജ്യങ്ങളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളാക്കിയത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് ചേക്കേറാണ്. ഒരു DMC ഓപ്പറേഷൻ നമ്മൾ ചെയ്യണത്. ഡൊമസ്റ്റിക് കമ്പനിയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് മാത്രം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടോ അന്യ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ മുതൽ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. ആഫ്രിക്കയിലേക്കുണ്ട്, സൗത്ത് അമേരിക്കയിലേക്കുണ്ട്. ലോകത്തിലെ വേൾഡ് വണ്ടേഴ്സായ ക്രൈസ്റ്റ് റെഡീമർ, നാച്ചുറൽ വണ്ടറായ ഇഗ്വാസ് വാട്ടർഫോൾ, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഒപ്പം തന്നെ ലോകത്തിലെ അടുത്ത വണ്ടറായിട്ടുള്ള മാച്ചു പിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഇവിടേക്കൊക്കെയാണ് നമ്മൾ ടൂർ ഓപ്പറേറ്റ് ചെയ്യണത്. വലിയ ഗ്രൂപ്പുകളൊന്നുമല്ല, ഒരു 20-25 മാക്സിമം 20-25 പേരാണ് നമ്മൾ വിളിക്കുന്നത്. ഒരാൾ മുതൽ എത്ര ആൾ പേരാണെങ്കിലുള്ള ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പേഴ്സണലൈസ്ഡ് ഒരു ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കൂട്ടുകാരായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സെറിമണികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു സെറിമണി ചെയ്യണം, ഞങ്ങൾക്കൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നേച്ചറായിട്ട് ഒരുമിച്ച് ഇന്ന് കല്യാണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ. വേറെ ഒരുത്തിക്ക് നമ്മൾ ചെയ്യണില്ല, നമ്മൾ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടാം. വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ച സംഭവം എന്ന് പറഞ്ഞാണ്ടല്ലോ, നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണുണ്ടല്ലോ റെഡി ആയിട്ട് വരണല്ലോ. മാർബിൾ കൊണ്ട് കാട്ടിക്കൂട്ടായ സംഭവങ്ങൾ കാണാൻ എൻ്റെ ഉള്ളിൽ. കൊത്തുപണി ചെയ്യാം, ഓക്കെ, ഞാൻ പറഞ്ഞു. പക്ഷെ അതെങ്ങനെ അതിനുള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. ജിക്സോ പസിൽ പോലെ ഈ ലോക്കിംഗ് സംഭവമാണ്. ആദ്യം ഒരു കോർ ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുവാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അമേരിക്കയിലെ ആൾക്കാർ മതം ജാതി നോക്കരുത്, വന്ന് കാണണം. മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ് ഇത്. സായിപ്പന്മാർ കണ്ട സായിപ്പന്മാർ ബോധം പോവും. ഒരു റിലീജിയസ് ആംഗിൾ എന്നല്ലാണ്ട് ഇതിന്റെ ഒരു ആർട്ട് വർക്ക് എന്നുള്ള മാതിരി ക്രിയേറ്റിവിറ്റി ഇന്ത്യയിൽ നിന്നുള്ള എത്രയോ അധികം ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊത്തുപണിയായിട്ട് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽ വെച്ച് നോക്കിയിട്ടാണ്. ചെറിയ അതിന്റെ റൗണ്ടിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ നിൽക്കല്ലേ. ഒരു വൈറ്റ് ഹൗസ് ആണ്. ഇന്ത്യയുടെ ഒരു
ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ താജ്മഹൽ. അതെ അതെ. പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് ഈ താജ്മഹലിന്റെ ഒരു ലെവൽ കയറി. താജ്മഹൽ ചീത്തയാന്നല്ല ഞാൻ അതെ അതെ പറയുന്നത്. അതെ. താജ്മഹലിനേക്കാൾ കൊത്തുപണിയില്ല, അതായത് കാർവിംഗില്ല. അത് ന്യൂജനിൽ അവരിങ്ങനെ ചെയ്തല്ലേ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, ഇവിടെയുള്ള കുറെ ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് പോകാനോ ഒന്നും സാധിക്കില്ല. അവർക്ക് ഇവിടെ ലോക്കലായിട്ട് വന്ന ഇന്ത്യൻ എക്സ്പീരിയൻസ് ചെയ്യാൻ, അതാണ് ഇവരുടെ മെയിൻ സംഭവം. അത് ശരിക്കും അതിന്റെ ഉള്ളിലേക്ക് കയറിയ ഒരു സാഹിബ് ഇതാ കാണുന്ന വാതിൽ തുറന്നിട്ടില്ല, എന്റെ ഉള്ളിലേക്ക് കയറിയുണ്ടല്ലോ. സാഹിബ് പിന്നെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടെമ്പിൾ. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന് കാണാനായിട്ട് ഈ അക്ഷർധാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നമ്മൾ താജ്മഹൽ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ്, എനർജി, ഓപ്പണിംഗ് ഒക്കെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്കത് കിട്ടൂട്ടാ. വലതു ഭാഗത്തൊക്കെ ഇല്ലേ മിനി രാജസ്ഥാൻ. ഇന്നത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, നമുക്ക് ഇന്ന് നല്ല കളക്കൻ കാലാവസ്ഥ കിട്ടി. ഇത്തിരി വെയിൽ കൂടും, പക്ഷേ വേറെ ലെവലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോട്ടാ. നമ്മൾ ആ ഒരു മാസ്മരിക ലോകത്തേക്ക് പതുക്കെ നടന്ന് നീങ്ങുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ കങ്കാരിൻ്റെ ബാഗ് പോലെ ഒരു കുന്ന് സാധനത്തിൻ്റെ ഉള്ളുണ്ട്. നമ്മുടെ ക്യാമറ ടൂളുകൾ മൊത്തം അതിൻ്റെ ഉള്ളാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോഴില്ലേ നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. നമുക്ക് ഈ സാധനത്തിന് നമുക്ക് എന്തായിട്ട് ഉപമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടപ്പള്ളി പള്ളി കാണാൻ പോണ പോലെയാണ് അടുത്തെത്തുമ്പോൾ. പക്ഷെ അതിൻ്റെ ഡബിൾ സൈസിനെന്ന് പറയുമ്പോഴാണ് അടുത്ത രസം. ഈ ഓരോ തുണിമയും ഓരോ കൊത്തുപണികളും ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് വെച്ചിരിക്കാട്ടാ. അതന്നെ. ഇത് മുഴുവൻ അസംബ്ലി ക്രിയേറ്റ് ചെയ്തേക്കണ ഇന്ത്യയിലാണ്, രാജസ്ഥാനില്. അത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓരോ നമ്പർ ഇട്ട് വന്ന് അസംബ്ലി. പക്ഷെ ഇത്രയും നിലകളായിട്ട് അത് അസംബിൾ ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു സ്കില്ല് വേണ്ടല്ലേ? ലോക്കിങ്ങിനായിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഒരു അങ്ങനെ ലോക്കിങ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ള അമ്പലം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളൂ. ഇത് ഫുള്ള് പണിതിരിക്കുന്നത് ഇന്റർലോക്ക് സിസ്റ്റമാണ്. ഓരോ ബീമും ഓരോ പോർഷൻ ഈ ലൈം സ്റ്റോൺ ബൾഗേറിയയിൽ നിന്ന് നേരെ രാജസ്ഥാനിൽ കൊണ്ടാക്കി അവിടുന്ന് ഓരോ കൊത്തുപണി ഡീറ്റെയിൽ ചെയ്ത് ഇന്റർലോക്ക് സിസ്റ്റം ആക്കി അവിടുന്ന് നേരെ ഇംഗ്ലീഷ് പേരുണ്ടാവണം കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷമാണ് കേട്ടോ. മദാമിയും സാഹിബൊക്കെ നിന്ന് ഇളകുന്നുണ്ട് കേട്ടോ. നമ്മളേ ഈ ലൈം സ്റ്റോണിൽ കൊത്തനേക്കാളുണ്ട്. ഇത് ലൈം സ്റ്റോണാണ്. കൊത്തനേക്കാളും ഡീറ്റെയിൽ നമുക്ക് അകത്ത് മാർബിളിൽ കൊത്തിയപ്പോൾ കിട്ടിയിട്ടാ. ഒരു ഭീകര കാഴ്ചയാണ്. നമ്മളെൻ്റെ കണ്ണ് ആ വൈറ്റ് കളർ ഉണ്ടല്ലോ, നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സാധനം നമ്മുടെ കയ്യിൽ നിൽക്കട്ടെ. ഇത്രയധികം ഏരിയ അല്ലെങ്കിൽ ഇത്രയധികം സ്റ്റോൺ ഇങ്ങനെ ഓരോന്നേരം ഒപ്പിയെടുത്ത് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സ്കിൽ ലെവലുണ്ടല്ലോ. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ആരാണ് ചിന്തിക്കാൻ പറ്റില്ലടാ. അതിനിപ്പോ നമ്മൾ ആദ്യം കണ്ടില്ലേ, ആദ്യത്തെ ടെമ്പിള്, അവിടെയാണ് മെയിൻ പൂജയൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഒരു സാമ്പിൾ മാത്രമായിട്ടുള്ളൂ. അതിന്റെ മെയിൻ സാമ്പിൾ ആയിട്ടുള്ളൂ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇനി കാണാൻ പോണത്. അപ്പൊ വെടിക്കെട്ട് സാമ്പിൾ കഴിഞ്ഞിട്ടല്ലോ തുടങ്ങണല്ലോ, തൃശ്ശൂർ പൂരം ആരംഭിക്കാൻ പോണല്ലോ. നമ്മുടെ നന്ദൻ പാറണൂർ നന്ദനെ പറയണെന്ന് പറഞ്ഞ നമ്മളെ കള്ളിട്ടാ. ആനകള് പാറണൂർ നന്ദൻ എന്ന് പറഞ്ഞപ്പോ ആന വന്നുട്ടാ. പാറണൂർ നന്ദൻ പറയലല്ല, ആന വന്നു. ഏതാ ഗെയിം കാശിട്ട് കളിയൊക്കെ ചേച്ചി. ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാട്ടോ. ബാഗിൽ നിന്ന് കാശ് എടുക്കണം എറിയണു. എന്റർടൈൻമെന്റിന്റെ ഒക്കെ ഓരോ വശങ്ങളേ. സായിപ്പ് ചേട്ടനത് ഫുൾ ഹാപ്പിനെസ്സിൽ ഇങ്ങനെ കണ്ട് ഇന്ത്യ കണ്ട സന്തോഷത്തിലാട്ടോ. എനിക്ക് തോന്നണത് ഇതിന് ശരിക്കും പ്രചാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ടെമ്പിള് ഇവിടെ വന്ന് കണ്ട ആൾക്കാർക്കല്ല ആ ഒരു വാവ് എന്നുള്ള സാധനം വരണത്. ഇതെനിക്ക് തോന്നുന്നത് ഒരു 5 വർഷത്തിനുള്ളിലേ ഈ ടെമ്പിളിൻ്റെ റേഞ്ച്, ലോകമെമ്പാടുള്ള റേഞ്ച് വേറെ ലെവലായിരിക്കും. നിങ്ങളിതിപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ. നമുക്കും നമ്മളെ യാത്രികരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ ഈ ഒരു കൾച്ചർ ഇങ്ങനെ കാണിക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ലോകത്തൊരിക്കലും കണ്ടിട്ടില്ലേടാ. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അല്ല ഇതിന് ശരിക്കും ആൾക്കാർക്ക് എത്തിയിട്ടില്ല. നമുക്ക് അമേരിക്കയിലൊന്ന് കാണാനായിരിക്കും ചിലപ്പോൾ അതിന്റെ ഒരു അക്ഷരധാം ടെമ്പിള്. നിങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ പോയിട്ട് ഓക്കെ അതൊരു പൂതി നമ്മൾ തീർക്കണം. പക്ഷെ ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ ഇന്ത്യക്കാരൊരു പവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മളൊരു സന്തോഷിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇത് കാണുമ്പോഴാണ് ആ കൾച്ചർ നമ്മൾ എത്രത്തോളം ഇവിടെ ഇവരത് ഷോക്കേസ് ചെയ്തിട്ടുണ്ടോ. നിങ്ങൾ നോക്കി ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കണ ലെവല്, അതും വളണ്ടിയറായിട്ട്. അമേരിക്കയിലാണെന്ന് ആലോചിക്കണേ, എല്ലാ സംഭവങ്ങളും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഒപ്പിയെടുത്ത് കൊത്തുപണി ചെയ്ത് ഇതിങ്ങനെ ഒരു സംഭവമാക്കി എടുക്കുക എന്ന് പറയുമ്പോഴില്ലേ, അത് അത്ഭുതനാ.
പാർട്ണർ നന്ദൻ പറഞ്ഞ ഒന്നുകൂടി നമ്മളെ തൃശ്ശൂരിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് പറയുകയാണെങ്കിലേ നമ്മള് പൂരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിലമട്ട എന്ന് പറയും. ചെറുത് പൊട്ടും, പിന്നെ അത് വലുത് പൊട്ടും, അങ്ങനെ ഒരു അവസാനം ഇനി കാണാൻ പോണ ബിൽഡിങ് അങ്ങനത്തെയാണ്. ആദ്യം ഒരു ചെറിയൊരു സ്ട്രക്ചർ ആയിരിക്കും, പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു കുറച്ച് കാണാണ്ട് വേറെ ഇതിനാണ് ശരിക്കും അക്ഷർധാം എന്ന് പറയണത്. അക്ഷർധാമിന്റെ എൻട്രിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന്റെ അകത്ത് എത്രത്തോളം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ, അമേരിക്കയിലുള്ള ആൾക്കാർ വീഡിയോ കാണണമെങ്കിലേ കണ്ടില്ലെങ്കിൽ നഷ്ടാട്ടാ. ഈ അക്ഷർധാമിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോഴില്ലേ ഒരു വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറി റിയൽ കണ്ണുകൊണ്ട് കാണണം എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് കാണാം. ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞു നോക്കിയുണ്ടല്ലോ, ഞാൻ തിരിച്ചെടുത്തുട്ടാ. എന്തിട്ടാ കാട്ടിക്കൂട്ടിക്കണം എൻ്റെ ഉള്ളിൽ, ചിന്തിക്കാൻ പറ്റില്ല. ഇതിൻ്റെ രസം എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. എല്ലായിടത്തും കുത്തുപണിന്ന് നമ്മളെ അക്ഷർധാം നമ്മൾ ഡൽഹിയിലൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും അമേരിക്കയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചെന്ന് പറയുമ്പോഴല്ലേ സോ പ്രൗഡാണ് ആസ് ഇന്ത്യൻ എന്ന നിലയ്ക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ അതും $1 വേജസ് കൊടുക്കാണ്ട്, കൂലി കൊടുക്കാണ്ട്, അത്രയ്ക്ക് സ്കില്ലായിട്ടുള്ള ആൾക്കാർ അത്രയ്ക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു സംഭവം അമേരിക്കയിൽ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴല്ലേ അത് ഒരു ഭയങ്കര സംഭവമാണ്. അമേരിക്കയിൽ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്ത് എവിടെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാലും ഈ ഒരു ഫ്രീഡം അമേരിക്കയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫ്രീഡം, അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുമില്ലടാ, ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഇതാ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു സെറ്റപ്പില് ഇത്രയ്ക്കും ഐക്യദാർഢ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറയുമ്പോൾ എന്താടാ, പ്രത്യേകിച്ച് മറ്റുള്ള പല സ്ഥലങ്ങളിലും വളരെ ചെറിയതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ ടെമ്പിൾസോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇത്രയും ഒന്നും ഒരിക്കലും ഇല്ലടാ, നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതെ, നമ്മൾ ചുമരുമ്പോ നമ്മളിപ്പോ അതിന്റെ ഉള്ളിൽ നോക്കുമ്പോ ചുമരുമ്പോ എവിടെയോ ക്രിസ്തുവിന്റെ പടം വല്ല പോലെ നോക്കും. പക്ഷെ അവരത് ആർട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ നമ്മള് മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ ഉണ്ട് കേട്ടോ ചുമരുമ്പോ. അങ്ങനെയുണ്ട്. അക്ഷർധാമില് ക്രിസ്തുവിന്റെ പടം നിങ്ങൾ പറയേണ്ടി വരും കേട്ടോ. ചിന്തിക്കാൻ പറ്റും. അല്ല, നമ്മളങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവമായിട്ട് പറയാം. ഒരു മതത്തിന് നമ്മളെ അഗെയിൻസ്റ്റ് പറയണമെന്നല്ല. നോക്കിയാൽ നിങ്ങൾ ഈ അക്ഷർധാം, ഈ ടെമ്പിളിന്റെ അടിയിൽ മാർട്ടിൻ ലൂതർ കിങ്, ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടാ, ഇവർ റെസ്പെക്ട് ചെയ്യണണ്ട. നമ്മൾ ഹിന്ദു മതം അല്ലെങ്കിൽ ഏത് മതവും നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ മതങ്ങളെയും എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണണമെന്നാണ്. അതിനൊരു വലിയൊരു ഉദാഹരണമാണ് അമേരിക്കയിൽ നമ്മൾ വന്ന് കാണുന്നത്. ഈ സംഭവം കാണുന്നതുണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ മത തീവ്രവാദികളാണ് ഈ സംഭവം മനസ്സിലാക്കി എടുക്കേണ്ടതാ. എത്രത്തോളം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യണു, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെ ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഉദാഹരണം നമ്മൾ കാണുന്നത്. ഇവിടെ മാർട്ടിൻ ലൂതർ കിങ് ഇരിക്കുകയാണെങ്കിലേ ഇവിടെ ഋഗ്വേദ ആലോചിക്കാൻ പറ്റുമോ, ഹൈലി റെസ്പെക്റ്റഡാ. നമ്മൾ മാർട്ടിൻ ലൂതറിനൊക്കെ ഈ അക്ഷർധാമിൻ്റെ അടിയിൽ വെച്ചിങ്ങനെയുണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ട് അറ്റത്തേക്ക് നോക്കുമ്പോഴില്ലേ മുസ്ലിം പേര് ഒരു അമ്പലത്തിൻ്റെ തറയമ അല്ലെങ്കിൽ ബേസിൽ മെയിൻ ആദ്യത്തെ ചുമരുമ ഒരു മുസ്ലിം പേര് വെക്കുന്നുണ്ട്, ജലാൽ അൽ ദീൻ മുഹമ്മദ് റുമ്മി. ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ അമേരിക്കയിൽ വരുമ്പോഴേ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവർ മതങ്ങളെ മതങ്ങളെ തമ്മിൽ തല്ലു കുടിക്കാനായിട്ടുള്ള കാഴ്ചകളോ മതഭ്രാന്തുകളോ മത തീവ്രവാദങ്ങളോ ഒന്നുമല്ല. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് നമ്മൾ കാണാം. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പിളിന്റെ ബേസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അറിവിന് അല്ലെങ്കിൽ വിസ്തത്തിനാണ് അവര് പ്രാധാന്യം കൊടുക്കുന്നത്. സംഭാവന ചെയ്തിട്ടുള്ളത് റെസ്പെക്ട് ചെയ്യണം. റിയലി അപ്രീഷിയേറ്റ്. നിങ്ങൾ രണ്ടുപേരും അമേരിക്കൻ സിറ്റിസൺ തന്നെയല്ലേ? എന്തായാലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ എല്ലാം അമേരിക്കനെ കണ്ടുപിടിക്കണം നമ്മൾ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മളിവിടെ കണ്ട തീമിലും ഇതൊക്കെ ഉണ്ടാക്കിയ രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അമേരിക്കയിലത്തെ ഇന്ത്യക്കാരെ നമ്മൾ കണ്ടുപിടിക്കാൻ കേട്ടോ. ഇതാണ്ട ശ്രീ യോഗിജി മഹാരാജ. ഒരുപാട് ആൾക്കാർ, ഒരുപാട് അറിവുകളുള്ള ആൾക്കാരും ലോകത്തിന് മുമ്പിൽ തുറന്ന് കാണിച്ചെന്ന ഒരുപാട് ആൾക്കാരുടെയൊക്കെ സ്റ്റാച്യൂസും അവരുടെ പേരുകളൊക്കെ ഇവര് ഇതിന്റെ സൈഡിലും കുത്തിവെച്ചിട്ടുണ്ട്. ഈ സ്വാമിജിയാണ് ഇതിന്റെ വിഷൻ. പ്രമുഖ സ്വാമിക് മഹാരാജ പുള്ളിക്കാരാണ് ഇതിന്റെ ഇൻസ്പയർ കേട്ടോ. നിങ്ങൾ അമേരിക്കയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്നും കണ്ടില്ലെങ്കിൽ നഷ്ട കച്ചവടം കേട്ടോ.
എന്തെങ്കിലും നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് വരാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇതെന്തായാലും മസ്റ്റ് വിസിറ്റ് ആട്ടോ. ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഒരു മൈൽ സ്റ്റോൺ തന്നെയാണോ. ഈവൺ അമേരിക്കയിൽ യാത്ര ചെയ്തെന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടുത്തെ ആസ് എ ഇന്ത്യൻ നിലയ്ക്ക് നമ്മൾ ഹിന്ദു അല്ലെങ്കിൽ മതമൊന്നും അല്ലാതെ പറയണത്, ആസ് എ ഇന്ത്യൻ നിലയ്ക്ക് നമുക്ക് ഭയങ്കര സോ പ്രൗഡാണ് കേട്ടോ, ചിന്തിക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഇവിടെ 7 തുമ്പിക്കൈകളാണ് പാർണോട് തന്നെ പറയാളെ പറഞ്ഞേ. 7 തുമ്പിക്കൈ ആനയ്ക്ക് എന്റെ കൺസെപ്റ്റ് ഇടാൻ നോക്കിയാൽ 1 2 3 4 5 6 7 തുമ്പിക്കൈയുള്ള ആന കേട്ടാ. ആ ചേച്ചിക്ക് കണ്ടാ കാശ് എറിയാനുള്ള പരിപാടി ഉണ്ടാ. ബാഗിൽ നിന്ന് കാശ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ആനയുടെ അടുത്തേക്ക് എറിയണടാ, കാശ് എറിയാൻ പോണ ആള്. ഇവിടെ ഡോളറൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ടാ. ഡോളർ വിട്ടിട്ട് അമേരിക്ക ഗെയിമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം കേട്ടോ. അത് വേറെ കാര്യം. $1 വിട്ടിട്ടും ഒരു ഗെയിമില്ലടാ, എല്ലാം $1. ഇത് കണ്ട ഓപ്പൺ ആയിട്ട് ഡോളർ എറിഞ്ഞ് വെച്ചിരിക്കട്ടോ. How you feel? Good, huh? Beautiful. Yeah. Beautiful. We are from Albania. And where I came here, I've been in this country for 25 years. I never have this experience. Okay. For me, it's the best temple. And I love it. Me and my friend, we do it like, we follow you guys. How you feel? Guys. How you feel? Oh my God, amazing. Amazing. How about It's just creative Inside creation. inside. Yeah. It was. You know what I told my friend? If I die, let me die here. Yeah. Let me die here. It's beautiful. most work is done by hand. Yeah, the guy told us it's. I don't know. I was in like I don't know. It's like so nice. I love it. താങ്ക് യു. ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി. അവരുടെ സന്തോഷം ആലോചിച്ചു. അപ്പൊ നമ്മൾ എന്തൊരു പ്രൗഡാന്ന് വെച്ചിട്ട് ഇതിൽ സാധാരണ ഉണ്ടല്ലോ നമ്മള് ഇന്ത്യക്കാരെന്ന് പറയുമ്പോഴേ എന്തൊട്ട് ഇന്ത്യക്കാരെന്ന് നമ്മളൊരു ഒരു പുച്ഛഭാവം ശരിക്കും സായിപ്പന്മാർക്ക് ഉണ്ട്. പക്ഷേ ഈ സാധനം കണ്ടല്ലോ അവരുടെ റില്ലേ കട്ടായി പോട്ടാ. നമ്മൾ ഏത് അമേരിക്കയിലെ എവിടെയുള്ള ആൾക്കാരായിക്കോട്ടെ, നിങ്ങളൊന്ന് അക്ഷരധാമം ഒന്ന് വന്ന് കണ്ടു പോകണം. എന്നാലും നിങ്ങൾക്ക് നമ്മുടെ റേഞ്ച് കിട്ടുള്ളൂ എന്നുള്ള സാധനം ഉണ്ടല്ലോ. ആസ് എ ഇന്ത്യൻ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും അല്ലേ സോ പ്രൗഡ്. പ്രൗഡ് മൊമെന്റ് എന്ന് പറയാ. 2023 ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത്. പക്ഷെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള ക്രൗഡാണ് കാണാം. ഞാൻ പറഞ്ഞ അടുത്ത കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ പ്രചാരം കൂടും. നമുക്ക് അറിയില്ല, ആൾക്കാർക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ല കേട്ടോ. അതിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇത്രയും മുമ്പ് അത് കാണിക്കാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യം. നന്ദണ്ടാ. അപ്പൊ അങ്ങനെ നമ്മള് അക്ഷരധാമിൽ നിന്ന് പതുക്കെ അടുത്ത സ്റ്റെപ്പ് പിടിക്കാൻ പോവാ. നന്ദേട്ടൻ എന്തുട്ടാ നന്ദേട്ട സെറ്റപ്പ്? ഇരിക്കണത് അമേരിക്കയിലെന്ന് പറയുമ്പോ ആരെ വിശ്വസിക്കണമെന്നില്ലേ അല്ലേ? വീഡിയോ എടുക്കണ കാരണം വിശ്വസിക്കണതാണ്. അല്ലെങ്കിൽ പറഞ്ഞു ഫലിപ്പിക്കുകയാണെങ്കിൽ നീ എന്തിനു തേങ്ങ നീ പറയണ സാധനപ്പാന്ന് പറയട്ടാ. വീഡിയോ എടുത്ത കാരണം പിടിച്ചു നിൽക്കണതാ. ഇതൊക്കെ എന്തിട്ട് അഭ്യാസം ദൈവത്തിന് മാത്രം അറിയാലോടാ. ആൾക്കാർ പറഞ്ഞതിന്റെ വേറൊരു സീക്രട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. വന്ന് തന്നെ കാണണം. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വന്ന് തന്നെ കാണണം. ഇവിടെ എത്താൻ പറ്റുന്ന ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് എത്തണം, കാണണം. അത്രയുള്ളൂ. നമ്മളിപ്പോ എവിടെ പോയാലും അമേരിക്കയില് സ്റ്റാച്യു ലിബർട്ടി കാണാൻ പോണെങ്കിൽ നമുക്കൊരു എൻട്രി ഫീ ഉണ്ട്. $1 പോലും ഇവർ കാണിക്കുന്നില്ല. ആലോചിച്ച് ഇവിടെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ പറഞ്ഞത്. $10 കൂട്ടിക്കോ, ഇതുപോലത്തെ 12 മണിയാനുള്ള കാശ് അവർക്ക് കിട്ടും. പിന്നെ അതൊക്കെ റിയലി റെസ്പെക്ട്ഫുൾ ആണ്. അതെ. ഇവിടെ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ട്. ഒരു തിയേറ്റർ ഉണ്ട്. നിങ്ങൾ തിയേറ്റർ 1, തിയേറ്റർ 2. ഈ തിയേറ്റർ 2 ഇവിടെ ഈ വളണ്ടറിൽ നിന്ന് ആൾക്കാരൊക്കെ എങ്ങനെ പണിത് ഉണ്ടാക്കി എന്നൊക്കെ ഉള്ള ഒരു ക്ലാസ് ഉണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് ഒന്ന് വരാട്ടോ. Akshardham means a lot of different things to a lot of different people, but for me, it is a place where... നമ്മളെ ആ തിയേറ്ററിൽ പോയിട്ട് ഈ സംഭവം കാണുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമേരിക്കയിൽ അതും ന്യൂജേഴ്സിയിൽ ഈ മഞ്ഞ് വീണ സമയങ്ങളിലും 12 വർഷത്തോളം രാപ്പകലില്ലാണ്ട് 12,500 പണിക്കാർ ഇത് പണിയാനായിട്ട് നിൽക്കുക. വളണ്ടിയർഷിപ്പിൽ അതൊന്ന് ആലോചിക്കണടാ. നമ്മൾ കാശ് കൊടുത്താൽ കിട്ടും ആൾക്കാരെ ഈ തണുപ്പത്ത് പണിയാനായിട്ട് രാവും പകലൊക്കെ. അത് എമർജൻസി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഇവർക്ക് ഡോക്ടേഴ്സ് ഉണ്ട്, പണിക്കാർക്കുള്ള
സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാം ഉറപ്പുവരുത്തിയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉള്ള സ്ഥലത്താണ് നമ്മളിത് പണിതെന്ന് പറയുമ്പോഴാണ് അടുത്തൊരു വണ്ടർ നമ്മളെ എക്സൈറ്റ്മെൻ്റ് ആക്കണത് കേട്ടോ. നമ്മൾ ഇന്ത്യനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയണമെങ്കിൽ അത് അതിൻ്റെ ഒരു പവർ ഉണ്ടായിട്ട് തന്നെയാണ്. ആ ഒരു കമ്മ്യൂണിറ്റി പവർ, എല്ലാവരും ഒത്തൊരുമിച്ച് ഇത് ഉണ്ടാക്കാൻ കാണിച്ചൊരു മനസ്സിനുണ്ടല്ലോ. ഇത് പണിത ഓരോരുത്തർക്കും ഈ 12,500 ആൾക്കാർക്കും നമ്മൾ പ്രത്യേകം ഒരു കൂപ്പുകയും ഒരു കൺഗ്രാജുലേഷനൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന് ഒപ്പം നിന്ന എല്ലാ എന്താ പറയുക, ഇതിനുള്ള ഇംഗ്ലീഷുകാരും പണിതിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിടത്തൊക്കെ വോളണ്ടിയർഷിപ്പിൽ ഇവിടുത്തെ ഇംഗ്ലീഷുകാരും എല്ലാവരും പണിതുണ്ട്. ഒപ്പം അവർ ബാക്ക് എൻഡിൽ നല്ല മാനസിക സപ്പോർട്ടും ഭയങ്കര പുഷിങ് ആയിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു അത്ഭുതത്തോടെയാണ് നമ്മൾ ഇത് നോക്കി കാണടാ. എന്തായാലും വെൽക്കം ടു അക്ഷർധാം. (2014) ഒരു കോൺഫീൽഡ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ. ആ സംഭവമാണ് ഓരോ വർഷങ്ങളിൽ ഇതിനെ നോക്കിയാൽ പണി നടക്കണ നോക്കിയാൽ 2017, 19 ആകുമ്പോഴേക്കും അതിൻ്റെ പകുതി പണി കഴിഞ്ഞ് ഇവിടെ കുളം കുത്തി കളികൾ മാറി. ഓരോ വർഷങ്ങളും 20 ഇങ്ങനെ, 21 ഇങ്ങനെ, 22 ഇങ്ങനെ, 23 ഇങ്ങനെ. ഇതിൽ നമ്മൾ ചരിത്രം എഴുതി വെച്ചാലും നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇതിൽ വെച്ചിട്ടുള്ള ഓരോ മാർബിൾ കഷ്ണങ്ങളും 21,500 മൈല് സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ റേഞ്ച് ഇരിക്കണടാ. ഏകദേശം ഭൂമി 1-2 പ്രാവശ്യമൊക്കെ തിരിയടാ നമുക്ക്. ഓരോ അവിടെ നിന്ന് മൈനിൽ നിന്ന് പൊട്ടിക്കണു, അത് കഴിഞ്ഞ് JCBയിൽ കയറ്റണു, ഷിപ്പ് ചെയ്യണു, ഇന്ത്യയിൽ എത്തണു, അത് കാർവ് ചെയ്യണു, വീണ്ടും ഷിപ്പ് ചെയ്യണു, പിന്നെ ഇവിടെ വന്ന് നിൽക്കണൂടാ. ചിന്തിക്കാൻ പറ്റില്ല ഇതിൻ്റെ എഫേർട്ടിൻ്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലടാ. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇത് കണ്ടിറങ്ങുമ്പോഴാണ് ഇതിനെ പറ്റി നമ്മൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആവണത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ സാൻഡ് സ്റ്റോൺ ഉണ്ട്, ഇതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഓരോ സംഭവം ആണ്ടാ. ചന്ദനത്തിൻ്റെ കളറുള്ള സ്റ്റോൺ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ലൈം സ്റ്റോൺ. നമ്മളിതിൻ്റെ ഉള്ളിൽ പുറത്ത് നമ്മൾ കണ്ടില്ലേ, ഔട്ട് സൈഡിലാണ് സാധനം ലൈം സ്റ്റോൺ, അതിൻ്റെ സ്റ്റോർ വെച്ചിരിക്കുന്നു. ഇത് മാർബിൾ. അകത്ത് കണ്ട നമ്മുടെ മാസ്മരിക ലോകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മാർബിളാണ്. ഈ മാർബിൾ ഇറ്റലി, ഗ്രീസ്, തുർക്കി എന്നൊക്കെ കൊണ്ടുവന്നിട്ട് നേരെ രാജസ്ഥാനിൽ പോയി അവിടെ കൊത്തുപണി ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിടാ. ഗ്രാനൈറ്റ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് എഴുതിയിട്ടില്ലടാ. എന്തായാലും അത് രാജസ്ഥാൻ ഗ്രാനൈറ്റ് ഉണ്ടാവും. ഇതിൽ മെയിനായിട്ട് വോളണ്ടിയേഴ്സ് സർജനാണ്, സർജൻ, സ്റ്റുഡൻറ്റ് ബയോളജി, നേഴ്സ് എല്ലാവരും ഇതിൻ്റെ പണിക്കാരായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ സംഭവം അമ്മച്ചിമാർ, ടീച്ചർമാർ എല്ലാവരും ഉണ്ട് കേട്ടോ, സ്റ്റുഡൻസ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒരുവിധം സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു എന്താ ഇതൊരു സംഭവം കേട്ടോ. ഇത് കണ്ടില്ലെങ്കിലില്ലേ നമ്മൾ അമേരിക്കയിൽ എന്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ സ്വല്പം ബിസിനസ് വേണമല്ലോ, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നമ്മളകത്ത് അക്ഷർധാം സ്റ്റോർ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ചന്ദനത്തിരി, ബാഗ്, എല്ലാ കൺസ്യൂമേഴ്സും ഉണ്ട് കേട്ടോ. തുച്ഛമായ വിലയുള്ളൂ, അല്ലാതെ ഹൈ പ്രൈസ് ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും ഇവിടെ ഭയങ്കര റേറ്റ്. സാധാരണ എവിടെ പോയാലും അമേരിക്കയിൽ ഗിഫ്റ്റ് ഷോപ്പിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. പക്ഷെ ഇത് ഭയങ്കര ആവശ്യമുള്ളത് മേടിക്കാം. അതെ, ഡ്രസ് ഇട്ട് പോണോക്കിയാ മുണ്ടെടുത്തോ. സയോന കഫേ ഒരു കാപ്പി അടിച്ചാൽ നമുക്കൊരു ഇന്ത്യൻ സ്റ്റൈലിൽ കാപ്പി അടിച്ചിട്ട് പോടാ. പറയാം നമുക്ക് എന്തൊക്കെയുള്ള പാവ് ബജിക്ക് $10. പണി കുറെ എടുക്കാനായിട്ട് നമുക്ക്. ചീസ് പിസ്സ 9 രൂപ ഉള്ളൂട്ടാ അല്ലേ. അത്ര വലിയ ഹെവി എന്ന് പറയാനില്ല ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സയോന കഫേയിൽ കയറിയിട്ട് ഒരു കാപ്പി കുടിച്ചിട്ട് അടുത്ത സംസാരം തുടങ്ങുന്നതായിരിക്കും. ഒരു നോർത്ത് ഇന്ത്യൻ ഹോട്ടലിൽ കയറിയ ഫീലിംഗ് കേട്ടാ. നല്ല മണം കേട്ടോ എന്തൊക്കെയാലും. ടെക്നോളജി, എല്ലാ ബുക്കിങ്ങും ടെക്നോളജി കേട്ടോ. നോക്കിയാൽ ഓർഡർ എടുക്കാനായിട്ട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. അത് വേറെ രസം. മസാല ചായ കേട്ടാ. ഗോൾഡ് ഈസ് ഗോൾഡ്. ഐസ്ഡ് കോഫി അവൈലബിൾ ഇൻ 40. 2 രൂപയുള്ളോ? 2 രൂപ കേട്ടോ. അവിടെ ആണെങ്കിൽ 1.90 മസാല ചായക്ക്. മസാല ചായ അടിക്കാം. ഇത് രസം എന്താണെന്നറിയോ, ഇന്ത്യൻ ഫുഡ് ഉണ്ടല്ലോ മറ്റുള്ള രാജ്യക്കാരെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാട്ടാ. എല്ലാവരും ഉണ്ടല്ലോ, സായപ്പന്മാരും മതാവന്മാരും വരണവരും പോണതൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്തിട്ട് പോകണം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇറ്റാലിയൻ, ചൈനീസ് ഒന്നും കിട്ടില്ലട്ടാ. ഇന്ത്യനെ ഇഷ്ടപ്പെടുന്നുണ്ടോ വന്ന് കഴിക്കാം. ബത്തതം. അപ്പം നമ്മൾ ചായ എടുത്തിട്ടില്ലേ, മസാല ചായ എടുത്തിട്ട് മെയിൻ ഹോളിലേക്ക് എത്തിയിട്ടാ. ഒരു അമ്പലത്തിൻ്റെ നടുക്കലേക്ക് എത്തിയ പോലെയാടാ സെറ്റപ്പ്. എല്ലാം ഒരു ട്രഡീഷണൽ വേയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണേടാ. ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ലഞ്ച് വേറെ സെറ്റ് ചെയ്തിട്ടുള്ള കാരണം ആകെ കാപ്പി എടുത്തിട്ടുള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര സംഭവമായിട്ടാ അല്ലേ. തകർത്ത ആടി നമ്മള്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അമേരിക്കയിലാന്നുള്ള തോന്നൽ വരണടാ കേട്ടാ. എന്നാലും തോന്നുന്നുണ്ട് അവിടെ ഒരു കവാടം വെച്ചിട്ടുണ്ട് അവര്. എന്തായാലും നല്ല മസാല ചായ കുടിച്ചിട്ട് നമുക്ക്
അമ്പോ കളർ സ്ട്രക്ചർ നോക്കിയേ മസാല ചായയുടെ. അങ്ങനെ നമ്മുടെ ഭാഗ്യം എന്താണെന്നറിയോ, നമ്മൾ കാപ്പി കുടിച്ചിറങ്ങിയപ്പോ നോക്കി നിങ്ങൾ ഇതിന്റെ ലൈറ്റിന്റെ ബാക്കിലേക്ക് സൺലൈറ്റ് ബാക്കിലേക്ക് പോയപ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇതിന്റെ ലെവല് മാറിട്ടാ, വ്യൂ ലെവല് മാറി. ദ ഗോൾഡിഷ് കളറിലേക്ക് ഇത് ലൈം സ്റ്റോൺ മാറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. വിഷ്വൽസ് വേഗം കണ്ടോ. ഇതിപ്പോ സൂര്യേട്ടൻ മറഞ്ഞും മാഞ്ഞൊക്കെ പോവും, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ലൈറ്റ് എന്ന് പറയുമ്പോൾ ബാക്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ സ്വാമിനാരായണന്റെ ലൈറ്റും കൂടി മാറിയിട്ടാ. നോക്കിയാ ഓരോ സമയത്ത് വരുമ്പോൾ ഈവനിങ്ങിലാവുമ്പോൾ നമ്മൾ കുറേ നേരം വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തല്ലോ. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഇവിടുത്തെ എല്ലാ കളറിങ്ങും എല്ലാം മാറിയിട്ടാ. നോക്കിയാ വേറൊരു ലോകം. അങ്ങനെ നമ്മള് സ്വാമിജിയുടെ അടുത്ത് നിന്ന് വിട പറയണം കേട്ടോ. സ്വാമിജി താങ്ക് യു, സൂപ്പർ ആയിട്ട് കേട്ടോ പരിപാടി. വീഡിയോ ഒന്ന് കയറ്റി നോട്ടാ സ്വാമിജിയെ, പവർ ആക്കിയോളോ മാക്സിമം. സ്വാമിജിയുടെ പവർ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ലാട്ടാ. അപ്പൊ പോയേച്ചും വരാം. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരും ഇംഗ്ലീഷുകാരും എല്ലാവരും സ്വാമിജിനെയും ടെമ്പിളിനൊക്കെ കാണാനായിട്ട് പോകണം. നമ്മളങ്ങനെ അടുത്ത നമ്മുടെ സ്റ്റേറ്റിന്, നമ്മുടെ 35ാമത്തെ സ്റ്റേറ്റായ ഡെലവേറിൽ യാത്ര നമ്മൾ അടുത്ത ദിവസം തുടങ്ങാൻ പോണത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഡെലവേർ ഇത് ഫസ്റ്റ് സ്റ്റേറ്റ് ഡെലവേറിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടില്ലേ, നമ്മുടെ സൈബർ ട്രക്ക് അന്വേഷിക്കുക. മൊയിലാളി സൈബർ ട്രക്കിൻ്റെ സൗണ്ട് കേൾക്കാമല്ലോ ഇല്ലേ? സൗണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? സൈബർ ട്രക്ക് കാണാണ്ട് പറ്റില്ല കേട്ടോ. ഓ അതൊക്കെ എടുക്കണ്ട അവിടെ സെക്കൻഡ് അവിടെ ഓണം കേട്ടോ. സൈബർ ട്രക്കിൻ്റെ കളർ ഓരോ സമയത്ത് ഓരോന്ന് മാറി മാറി പോടാ പോലെ നമുക്ക് സെക്കൻഡ് ഏതാ മൂടല്ലേ. സൈബർ ട്രക്ക് കാണുമ്പോഴില്ലേ നമുക്കിങ്ങനെ നോക്കി നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ. പിള്ളേരെക്കാളും കഷ്ടം നമ്മൾ ചില നേരത്ത് സൈബർ ട്രക്ക് കാണുമ്പോൾ. നമ്മുടെ ഉള്ളിലത്തെ ടോയ് മൂഡ് ഉണ്ടല്ലോ, എന്താ പറയട്ടെ, നമ്മള് പോയ ഒരു വേറെ ഫീച്ചറാണ്. നമ്മള് വണ്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ക്യാമറയാണ് ചുറ്റും വണ്ടിയുടെ. അപ്പൊ കള്ളന്മാർക്ക് എടുത്തോണ്ടാൻ പറ്റില്ല, പല പല എല്ലാ വ്യൂവിലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫോണിൽ നോക്കിയാലും കണ്ടോ 4 വ്യൂ കാണാൻ പറ്റും. ഇതിപ്പോ നമ്മുടെ വ്യൂ ആണോ? ഇത് നമ്മളെ ഒരു നമ്മുടെ ക്യാമറ കാണാനല്ലോ എല്ലായിടത്തും. നമ്മുടെ ക്യാമറ ഇപ്പൊ 4 ക്യാമറ ചുറ്റുമുള്ള വണ്ടിയുടെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഒളിച്ചും പാത്തും വരുന്ന ആൾക്കാര് നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ഫോണിലും കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞാൽ വോയിസ് റെക്കോർഡർ ഉണ്ടോ? വോയിസ് റെക്കോർഡ് ഇല്ല, അമ്മിച്ചിന്റെ ഡ്രസ്സൊക്കെ വരുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഓഫ് ആക്കണ ക്യാമറ. എല്ലാ ടെസ്റ്റിലേക്കും പണി എന്താ പറഞ്ഞെന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മള് പോയ എന്തെങ്കിലും വിഷയം കാണണമെങ്കിൽ എന്തിട്ട് ചെയ്യാ? നമ്മുടെ അമ്മച്ചി ക്യൂരിയോസിറ്റി കാരണം ഫോട്ടോ എടുത്താ. നമ്മുടെ അത്ത് വണ്ടിയുമ്പോ തൊട്ടു അമ്മച്ചി തൊട്ട ഞാൻ നമ്മള് കാശ് മേടിക്കട്ടെ. അതെ പോയി തൊട്ട് വീണു അമ്മച്ചി ഫോട്ടോ എടുത്താന്ന്. അതെ പോയി ഇതൊക്കെ റെക്കോർഡിക്കില്ലാട്ടാ. അമ്പോ അങ്ങനെ നമ്മള് അക്ഷരധാമ വിട്ടിട്ട് പോകണട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അക്ഷരധാമ ഇങ്ങനെ ബിൽഡപ്പ് കണ്ടോ നിങ്ങള്? ഒരു മണ്ണീരെ ഷേപ്പില്ലേ നോക്കുമ്പോ, ഒരു മണ്ണീരെ ഷേപ്പ് കേട്ടോ. കണ്ടോ മണി കുലിക്കണം മറ്റേ ഇതില്ലേ. ഇതൊരു മറ്റേ ചോളത്തിന്റെ പാടായെന്ന് പറയുമ്പോഴാണ് അടുത്ത രസട്ടാ. കാരണം ഇവിടെ കുറെ പേര് ഇത് ഉള്ളില് പോകാൻ പറ്റുമോ, അഡ്മിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫോട്ടോ എടുത്തിട്ട് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോണോ. പക്ഷെ ഉള്ളില് കാണാണ്ട് പോയിരിക്കട്ടെ നിങ്ങൾ എന്ത് തല കുത്തി മറിഞ്ഞാലും എന്തായാലും ഒരു ഉള്ളിലേക്ക് കയറ്റൂട്ടാ. വീക്കെൻഡ് വന്നാല് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പോകണം. എൻട്രി ഫീ ഒന്നുമില്ല, പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം വീക്കെൻഡ് ഹോളിഡേയ്സിൽ. എന്നിട്ട് എവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഓൺലൈൻ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്വാമിനാരായണ പിന്നെ ബാബ്സിന്റെ BFTSന്റെ സൈറ്റ് ഉണ്ട്, അക്ഷരധാമം അടിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഉള്ളിൽ കയറി കണ്ടോളാം, വൈറ്റ് മാർബിൾ ഹൗസിന്റെ ഉള്ളില് വൈറ്റ് മാർബിൾ കൊണ്ടുള്ള പരിപാടികൾ കണ്ടില്ലെങ്കിലേ പിന്നെ നിങ്ങൾ പൈസ ചെലവാക്കി ഇവിടെ വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഫോട്ടോ കണ്ടാൽ മതി. ഒരു 2 മണിക്കൂറെങ്കിലും കയ്യില് സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഉള്ളില് അത് നമുക്ക് മുഴുവനായിട്ട് ഒരു ലൈഫ് ടൈം മെമ്മറി ഉണ്ട്. അത് ലൈഫ് ടൈം മെമ്മറി എന്ന് പറയാന്. ഇവിടെ നമ്മള് നന്ദേട്ടന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് പോകണം, ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യല്ലോ. നന്ദേട്ടൻ സ്പെഷ്യൽ കുറച്ച് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ പോണ വഴിക്ക് നന്ദേട്ടൻ പറഞ്ഞേ ഈ അങ്ങാടിയില് ഒരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് നമ്മൾ അതിന്റെ മുമ്പിൽ കൂടെ പോണു. കൗതുകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളി റെസ്റ്റോറന്റിന്റെ പേരാണ് കൊച്ചി. ഓൺലി കൊച്ചി എന്നുള്ളത് എന്താ? ഓൺലി കൊച്ചി. അപ്പൊ നമ്മള് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇവിടെ എവിടെയാണ് കൊച്ചി എന്ന് പറഞ്ഞാ അതിന്റെ മുതലാളി ഒന്നും കാണാണ്ടാവില്ല, എന്നാലും കൊച്ചി എന്നുള്ള പേര് കണ്ടപ്പോ പിന്നെ നന്ദേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ സംസാരമില്ല നന്ദേട്ടാ. ഏത്? അപ്പൊ നമ്മുടെ കൊച്ചി റെസ്റ്റോറന്റ് ഇന്ത്യൻ കുസിൻ കൊച്ചിടാ. അങ്ങനെ നന്നായിട്ട് നമ്മൾ ഡോറ് തുറന്നു കൊടുത്തോണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കണ്ട. നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത പാർസൽ ഇവിടെ എത്തിയിട്ടാ. പാർസൽ ചേച്ചിയുടെ സാരി ആണെന്ന് സംശയം എനിക്ക്. സാരി നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഒരു സാരി കൊണ്ട് പോവാന്ന് വെച്ചിട്ടാ. ചെക്കൻ ഗൗതം പവറല്ലേ നീ? പവറല്ലേ? റെക്കോർഡാ? ചേച്ചിയുടെ നല്ല നാടൻ സദ്യ കഴിക്കാൻ വേണ്ടി വന്നാ. ചോറ് എത്തിയിട്ടാ. പാർണർ നന്ദന്റെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അറിയാം. ഇവിടെ ചെമ്പരത്തി, അമേരിക്കയിലെ ഒരു വീടിൻ്റെ ഉള്ളിൽ ചെമ്പരത്തി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കഥയിൽ എത്ര പേർക്ക് അറിയാം? കഥയുടെ ഫുള്ള് രൂപം നമ്മൾ കഴിഞ്ഞ പാർണർ നന്ദന്റെ എപ്പിസോഡ് ഇട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയി കണ്ടോളൂട്ടാ. തെച്ചില്ലാണ്ട് എൻ്റെ ഇന്ത്യ. അപ്പൊ നമ്മുടെ മെനു മൊത്തം വന്നോട്ടാ. നമ്മുടെ എലിശ്ശേരി ലജിത് ഓലൻ മോരുകറി, ഒരു ചിക്കൻ ഉണ്ട്, 2 ടൈപ്പ് ചിക്കൻ. ഇതൊന്നും മറ്റേ കുരുമുളക് ഇട്ട ചിക്കനാണോ? ഇത് കുരുമുളക് ഇട്ട ചിക്കൻ, ഇത് കുരുമുളക് ഇടാത്ത മുളക് പൊടി ഇട്ട ചിക്കൻ, ഇത് നമ്മുടെ കാബേജ് ഉപ്പേരി കേട്ടാ. പപ്പടം ഇല്ലാണ്ട് കളി തന്നെയില്ല. അത് പാർണൂരാണോ? പാർണൂർ പപ്പടം. അമ്പോ, പാർണൂർ പപ്പടം അടിക്കണെന്നിട്ടാ. നമ്മള് നേരെ വിശന്നിട്ടുണ്ടല്ലോ. അമ്പലം കണ്ടിട്ട് വിശപ്പ് കൂടിയെന്ന് പറയില്ലേ? അതാണ് അവസ്ഥ നമ്മുടെ. ഭയങ്കര പരിപാടി അയച്ചാ. നിങ്ങളുടെയൊക്കെ ഭാഗ്യം തൊട്ടടുത്ത് ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ കിട്ടിയതോ, എനർജി കിട്ടാനായിട്ട്. ഇല്ലില്ല. നമ്മളിത് കറികളെ കൂടുതലേ, ഇതിന് സ്നേഹം കൂടി ഉണ്ട് എൻ്റെ ഉള്ളത്. അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റ് വരല്ലോ അല്ലേ? എന്താട്ടാ ഇന്നലെ വരാന്ന് പറഞ്ഞ പറ്റിച്ച. രാവിലെ അവിടെ ഈ ഭാഗത്ത് വല്ല പുക ഉണ്ട്. ഇല്ലില്ല. റെക്കോർഡ് നല്ല റെക്കോർഡാണ്. ഇല്ലാന്ന് കുഴപ്പമില്ല. അതെ ചേച്ചി യോഗ ചെയ്യണ്ട? എനിക്കൊന്നും. അപ്പൊ എനിക്ക് മറ്റേ കുറച്ച് സാധനം പഠിപ്പിച്ചല്ലോ. അതെ ഇന്ന് വന്നില്ലെങ്കിൽ എന്നോട് പിണങ്ങുന്നുള്ള മൂടാ. ആ മൂടായി. അങ്ങനെ പറയുമ്പോഴൊരു സന്തോഷം.